ഈ 4 വാക്യത്തിൽ 4 ആശയങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. കോർത്തിണക്കി ഇങ്ങനെ പറയാം. ആദ്യത്തെ വാക്യത്തിൽ കാണുന്നത്, അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി, ഇനി ഒരിക്കൽ അവൻ ആകാശത്ത് ഇളക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അതായത് ഇത് നമ്മൾ താമസിക്കുന്ന ഖത്തറടക്കമുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ നാടും ഇളകുന്ന രാജ്യമാണ് എന്നാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇത് ഇളകുന്ന രാജ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ പേടിപ്പിച്ച് നിർത്തുകയല്ല, മറിച്ച് രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, ഇളകാത്ത മറ്റൊരു രാജ്യം ഉണ്ട് എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ, വാക്യങ്ങൾ ഉദ്ധരിക്കാത്തത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്, മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇത് ഇളകുന്ന രാജ്യമാണെന്നും ഇളകാത്ത മറ്റൊരു രാജ്യമുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ള മാർഗം എന്താണ്, വഴി എന്താണെന്നാണ് മൂന്നാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നാം ഭയത്തോടെ ഭക്തിയോടെ ദൈവത്തെ സേവിക്കുക. നാലാമത്തെ വാക്യത്തിൽ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലെയാണ്. അതായത് ഇത് ഇളകുന്ന രാജ്യമാണ്, ഇളകാത്ത മറ്റൊരു രാജ്യമുണ്ട്, ഇളകുന്ന രാജ്യത്തിൽ നിന്നും ഇളകാത്ത രാജ്യത്തിലേക്ക് പോകാൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞിട്ടും 1000 വട്ടം ആണിപ്പെടുത്തുള്ള കരങ്ങൾ കൊണ്ട് സ്നേഹത്തോടെ മാടി വിളിച്ചിട്ടും ഈ സുവിശേഷ പ്രസംഗങ്ങൾ നിങ്ങൾ നിരുപാധികം തള്ളിക്കളയുന്നു എങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കുന്ന ഒരു ന്യായാധിപൻ്റെ ബലിഷ്ഠമായ കരമായും ആ വിധികൾ എഴുതുന്ന തൂലികത്തുമ്പായും യേശുവിൻ്റെ കരം മാറും എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ആധികാരികമായി അവതരിപ്പിച്ചുകൊണ്ട് രക്ഷിക്കുന്ന കർത്താവ് ഒടുവിൽ തീർത്തെഴുതുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ചിന്തകൾ ഒന്ന് കോറിയെടുക്കാനായിട്ട് ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗത്തിന് ഞാനിടുന്ന പേര് ഇളകാത്ത രാജ്യം എന്നുള്ളതാണ്. സ്തോത്രം. ആരെങ്കിലും 1-2 പേരെങ്കിലും ഇളകിയൊരു സ്തോത്രം പറയുമെന്ന് വിചാരിച്ചു. ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളിനി ഇളക്കാൻ ഇപ്പോഴൊക്കെ പുതിയ ആളുകൾ അതിൻ്റെ തസ്തിക ഉള്ളവരുണ്ട്. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് ഒരു ഹല്ലേലൂയ പറ, ചിരിച്ചുകൊണ്ട് പറ എന്നൊക്കെ പറയുന്ന ഒരു അംഗൻവാടി സ്റ്റൈൽ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ തന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. ഏതായിരുന്നാലും ഞാൻ ഈ അംഗൻവാടിയിലേക്കൊന്നും പോകുന്നില്ല. സൗകര്യമുള്ളവർ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്ന അനുസരിച്ച്, നിങ്ങൾ പറയുന്നതിനനുസരിച്ചൊന്നും പ്രസംഗത്തിന് മൂച്ച് കയറ്റുന്നയാളല്ല ഞാൻ. എൻ്റെ കയ്യിൽ സംഗതിയുണ്ട്. എൻ്റെ കയ്യിൽ സംഗതി ഉള്ളതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന സമയത്തിനകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഇളകാത്ത രാജ്യം എന്ന വിഷയം ചിന്തിക്കാനായിട്ട് ഇന്നലത്തെ മെസ്സേജ് കഴിഞ്ഞ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അത് തുടർന്ന് കേട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ലക്ഷണങ്ങൾ എന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ലക്ഷണങ്ങൾ എന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് 150 ലക്ഷണങ്ങളാണ് പറയേണ്ടത്. ആ 150 ലക്ഷണങ്ങളും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത് ഒരു രാജ്യം സംബന്ധിച്ചുള്ള ആ രാജ്യത്തെക്കുറിച്ച് മാത്രമുള്ള ലക്ഷണങ്ങളാണ്. രണ്ടാമത് ആ രാജ്യം ഒഴികെ ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ നടക്കുന്ന ലക്ഷണങ്ങളാണ്. അതിന് ജാതീയ ലക്ഷണങ്ങൾ എന്ന് പറയും. മൂന്നാമത് ദൈവസഭയിൽ നടക്കുന്ന ലക്ഷണങ്ങളാണ്. 30 എണ്ണമെങ്കിലും പറയണം. ഇന്നത്തെ സഭയുടെ ആളുകളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഒരു 300 എണ്ണമെങ്കിലും പറയാനുണ്ടെങ്കിലും ഒരു 30 എണ്ണമെങ്കിലും പറയണ്ടായോ? അതിൽ ഒരു 3-4 എണ്ണം നാളെ പകൽ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സംയുക്ത സഭായോഗമാണല്ലോ, അവിടെയൊക്കെ അത് പറയാനൊക്കത്തുള്ളൂ. നാലാമത് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. സഭാലക്ഷണങ്ങളും പ്രാപഞ്ചിക ലക്ഷണങ്ങളും 2 പാർട്ടാണ്. സഭാലക്ഷണങ്ങൾ 1 പ്രാദേശിക സഭാലക്ഷണങ്ങൾ, 2 പ്രാപഞ്ചിക സാർവത്രിക സഭാലക്ഷണങ്ങൾ. പ്രാപഞ്ചിക ലക്ഷണങ്ങളും 2 പാർട്ടാണ്. 1 ആകാശത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ, 2 ഭൂമിയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളൊക്കെ പറയാനുള്ള ഒരവസരവും നമുക്കില്ല. ഈ 150 ലക്ഷണങ്ങൾ എവിടെ കാണാം എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 എന്നീ 3 അധ്യായങ്ങളെ വേദചിന്തകന്മാർ വിളിക്കുന്ന യഹൂദീയ അധ്യായങ്ങൾ അഥവാ യഹൂദൻ്റെ മുപ്പിരിച്ചരട് എന്ന അപരനാമത്തിലാണ്. ഈ അധ്യായങ്ങളിലും പഴയ പുതിയ നിയമങ്ങളുടെ നിരവധി പേജുകളിൽ വിതറിക്കിടക്കുന്ന 150 ലക്ഷണങ്ങളെ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ കണക്കെ പെറുക്കിയെടുക്കുമ്പോഴാണ് 150 ലക്ഷണങ്ങളാകുന്നത്. അതിൽ ഒരു രാജ്യം സംബന്ധിക്കുന്ന ലക്ഷണങ്ങൾ പറയുവാൻ സാങ്കേതികമായ തടസ്സങ്ങൾ നിലവിൽ നിൽക്കുന്നു. രണ്ടാമത് ജാതി ലക്ഷണങ്ങളാണ്. സമയം പോരാ, അതും വിട്ടുകളയണം. പിന്നീട് സഭാലക്ഷണങ്ങൾ നാളെ ഒന്ന് തൊടും, അത്രയേ ഉള്ളൂ. ഇനി 4ാമത് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. ഇതിൽ ആദ്യം
എവിടെയാണ് ഇളകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ വായിക്കേണ്ട ഫിലിപ്പ് ലേഖനത്തിൽ 3 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 സ്വർലോകം, 2 ഭൂലോകം, 3 അധോലോകം. അധോലോകം എന്ന് പറയുമ്പോൾ പിള്ളേർ ഉടനെ മുംബൈയിലെ മാഫിയ സംഘം പോലെയുള്ള ലോകമാണെന്നും വിചാരിച്ചു വെക്കരുത്. ഇന്ന് കുറച്ച് പിള്ളേരെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എങ്ങും കാണാത്തൊരു സംവിധാനമുണ്ട്. പിള്ളേരെ ഒന്ന് അടക്കാനും ഒതുക്കാനും അതിൻ്റെ ഇവിടെ ഒരു ടീച്ചർ പോലെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും കാണാത്തൊരു കാര്യമാണ്. എന്തായിരുന്നാലും നല്ല കാര്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ടൊന്നും ഇവർ ഒതുങ്ങുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിലും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രസംഗത്തിൽ ഇന്ന് ഞാൻ ഈ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ശാസ്ത്രീയ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നും കൂടെ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് 4-ാമത്തെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്കാം. എവിടെ തുടങ്ങും? അതിൽ 3 ലോകം. അതിൽ ഞാൻ പറഞ്ഞ അധോലോകം എന്ന് പറഞ്ഞത് ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ദൈവം, നമ്മൾ ട്രിനിറ്റി, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞ ഒരു ടച്ച്, ദൈവത്തിൻ്റെ ഒരു ടച്ച് പല സ്ഥലത്തും കാണാം. ഒരു വർഷത്തിൻ്റെ വേനൽക്കാലവും മഴക്കാലവും ശിശിരകാലവും എന്നുള്ളത് പോലെ, ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ, സൂര്യനിൽ പോലും 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ ഭൂമിയെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 35 കിലോമീറ്റർ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെയാണ് ഇവിടുത്തെ വൃക്ഷങ്ങളും വേരുകളും ഇവിടെ അധികമില്ലെങ്കിലും ഒക്കെ നിൽക്കുന്നത്. 2-ാമത്തെ ഭാഗത്ത് മാൻഡിൽ എന്ന് പറയുന്ന ഭാഗമാണ്. 2870 കിലോമീറ്റർ ഘനമാണ്. അവിടെയാണ് 20 ലിത്തോ സ്പിയറിക് പ്ലേറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അത് ചലിക്കുമ്പോഴാണ് കമ്പനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 3-ാമതാണ് കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ് എന്ന് ശാസ്ത്രം വിളിക്കുന്ന ഭാഗം. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നരകം. വാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 28-5 മുതൽ ആ ഭാഗങ്ങൾ അവിടെ കാണാം. ഇപ്പോൾ അത് വായിക്കുന്നില്ല. ഇതിൽ 2 ലോകങ്ങൾ നശിക്കുകയില്ല. 1 സ്വർലോകം നശിക്കുകയില്ല, അത് നിത്യതയാണ്. 2 നരകവും അല്ലെങ്കിൽ അധോലോകവും നശിക്കുകയില്ല, അതും നിത്യതയാണ്. ഒരു സംശയമുണ്ട്, നമ്മൾ നിത്യത എന്ന സ്വർഗത്തെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. നരകം നിത്യതയാണോ എന്ന് ചോദിച്ചാൽ നിത്യതയാണ്. എന്താ തെളിവ്? യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിനെന്നാണ്. അതായത് അവിടെ ചെന്നാൽ പിന്നെ മാറ്റമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ധനവാനും ലാസറും കഥയിലുണ്ട്. അവിടെ എന്താ വായിക്കുന്നത്? ധനവാൻ എവിടെ ചെന്നു? ഈ പാതാളത്തിലേക്ക് ചെന്ന് 7 കാര്യങ്ങൾ അവൻ ചെയ്തു. 7 നല്ല കാര്യങ്ങളാണ് അവൻ ചെയ്തത്. മേലോട്ട് നോക്കി, നല്ല കാര്യമാണ്. ദാഹം വന്നു, നല്ല കാര്യമാണ്. അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു, അതിലേറെ നല്ല കാര്യമാണ്. എൻ്റെ സഹോദരന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, ആത്മഭാരം, ഭയങ്കര നല്ല കാര്യമാണ്. പ്രാർത്ഥന, അതിലേറെ നല്ല കാര്യമാണ്. അവൻ ചെയ്ത 7 കാര്യവും നല്ലതാണെങ്കിലും മരണശേഷം അരക്കഴഞ്ച് എന്ത് കാര്യം പറഞ്ഞാലും അനക്കാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല എന്നുള്ള തെളിവാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ജീവനോടിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് രാത്രിയിൽ മേലോട്ട് നോക്കാനും തിരിച്ചറിവുകളുണ്ടാകാനും പ്രാർത്ഥിക്കാനും ആത്മഭാരമുണ്ടാകാനും ഒരവസരം തന്ന ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ സ്തുതിക്കുകയാണ്. മുന്നോട്ട് പോകാം. അതുകൊണ്ട് നശിക്കാൻ പോകുന്നത് ഭൂലോകം മാത്രമാണ്. അതായത് നമ്മൾ താമസിക്കുന്ന ഭൂലോകമാണ് നശിക്കുന്നത്. ഭൂലോകം നശിക്കുമ്പോൾ അതിൻ്റെ അതിർത്തി എവിടെയാണ്? ഭൂലോകത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് മുകളിൽ ശൂന്യാകാശമാണ്. താഴെ 2905 കിലോമീറ്റർ കഴിയുമ്പോൾ കാണുന്ന 2-ാമത്തെ ഭാഗം കഴിയുമ്പോൾ അവിടെയാണ് അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. ഈ 2 സ്ഥലത്തും ഇളകി മാറുമെന്നാണ്. 1 മുകളിലും ഇളകി മാറണം, 2 താഴെ ഇളകി മാറണം. അതുകൊണ്ടാണ് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും എന്ന് പറയുന്നത്. താഴെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും എന്ന് പറയുന്ന ഇത് രണ്ടും ഇളകി മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിലേക്ക് പോകുന്നവരാരാണ്? ആരാണ് നരകത്തിലേക്ക് പോകുന്നവർ? വേദപുസ്തകം പറയുന്നു, മനുഷ്യരെ ആരെയും മനുഷ്യ സ്വഭാവമുള്ളവരെയും നരകത്തിലേക്ക് വിടാൻ ദൈവം പദ്ധതിയിടുന്നില്ല. കാരണം പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമെന്നാണ്. അപ്പോൾ എപ്പോഴാണ് പിശാചിൻ്റെ മക്കളായിട്ട് തീരുക? അതിന് ബൈബിൾ പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനായി തീരുന്നു എന്നാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകണം, എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മക്കളാകണം. അതിനെന്ത് ചെയ്യണം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാം. അപ്പോൾ ഭൂലോകം നശിക്കും, 2 ലോകങ്ങളും നശിക്കുകയില്ല. ഈ രാത്രിയിൽ മെസ്സേജ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഞാൻ ഏത് ലോകത്തിലേക്കാണ് മരണശേഷം പോകുന്നത് എന്ന് ഉറപ്പിക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 150 ലക്ഷണങ്ങളിൽ ആദ്യം ഇളകുന്നത് ഏതെങ്കിലും രാജ്യത്താണോ
അതോ ദൈവസഭയിലാണോ, അതോ ജാതീയ ലക്ഷണങ്ങളാണോ, അതോ പ്രാപഞ്ചിക ലക്ഷണങ്ങളാണോ എന്നറിയാൻ വേദപുസ്തകത്തിലേക്ക് വരാം. ഹഗ്ഗായി പ്രവചനം, പഴയമത്തിൽ നിന്നാണ് ഹഗ്ഗായി പ്രവചനം. 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇവിടെ മൈക്കിൽ കൂടെ വായിച്ചു കേൾപ്പിക്കും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പിടികിട്ടിയല്ലോ. ചിലരൊക്കെ പുസ്തകം മറിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ മറിച്ച് പുതിയ നിയമത്തിൽ ഫിലിപ്പ് ലേഖനവും കടന്നോ എന്നൊരു സംശയമുണ്ട്. അത് പഴയ നിയമത്തിലാണ്. വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ സെഫന്യാവും ഹഗ്ഗായും ഒക്കെ തുറക്കാൻ നല്ലതാണ്. നമ്മുടെ ആളുകൾക്കാണെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ച വാക്യം മുഴുവൻ കിടക്കുന്ന സങ്കീർത്തനത്തിനകത്താണ്. ദൈവത്തെ ഓർത്തൊരപേക്ഷയുണ്ട്. സങ്കീർത്തനം ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. അതുകൊണ്ട് ഉപദേശിമാരുടെ ഉപജീവന മാർഗത്തിൽ കൈ കടത്തരുത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. 10, 40, 50 വാക്യമുള്ളത് കൊണ്ട് എല്ലാ വാക്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞ ഒടുവിൽ ഇതെല്ലാം കൂടെ പറയാൻ സമയമില്ലെന്ന് പറഞ്ഞാണ് ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടുപിടി. നിങ്ങൾ സെഫന്യാവോ സെക്കരിയാവോ ഹഗ്ഗായൊക്കെ തുറന്ന് 2 തുമ്മലും തുമ്മി എൻ്റെ പുസ്തകം പഴയതല്ല പുതിയതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഇത് സഹായിക്കട്ടെ. ഇനി കാണാത്തവരെ കാണണ്ട. പുസ്തകം നിങ്ങൾക്ക് തന്നുവിടും, വീട്ടിൽ ചെന്ന് വായിക്കാവുന്നതാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആദ്യം എവിടെ ഇളക്കും? ആകാശത്തെ ഇളക്കും. അത് കഴിഞ്ഞ് എവിടെ ഇളക്കും? ഭൂമിയെ ഇളക്കും. അത് കഴിഞ്ഞ് എവിടെ ഇളക്കും? കടലിനെ ഇളക്കും. അത് കഴിഞ്ഞ് എവിടെ ഇളക്കും? കരയെ ഇളക്കും. എന്താ ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ കാരണം? പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഈ തൈര് കടയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബഹുമാന്യനായ PN സക്രിയ സാറിൻ്റെ പ്രഭാഷണ വേദികളിൽ അത്യുജ്വലമായ ഉപമകളിൽ ഒരെണ്ണം കടമെടുത്ത് അവതരിപ്പിക്കുകയാണ്. ഈ തൈരിങ്ങനെ എൻ്റെ വീട്ടിലും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. പശുവളത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും ഈ തൈര് മേടിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ജീവിച്ചിരുന്ന സമയത്തൊക്കെ തൈരിങ്ങനെ രാത്രിയിരുന്നിങ്ങനെ കടയും. ഞാൻ എൻ്റെ മൂത്ത സഹോദരിയൊക്കെ 2-3 പേരാണ്. ഏറ്റവും ഇളയതാണ്, മൂത്ത 2 സഹോദരിമാരാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുകയാണ് രാത്രി. ഞാനങ്ങ് അങ്ങനെ കാര്യമായിട്ട് പഠിക്കത്തില്ല, അന്നും പഠിക്കത്തില്ല, ഇന്നും പഠിക്കത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവിടം വരെയൊക്കെ ദൈവം നമ്മളെ എത്തിച്ച് പരീക്ഷയുടെ അന്ന് രാവിലെ പുസ്തകം എടുത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവുക. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അല്ലേ, വലിയ പാരഗ്രാഫിൽ നടക്കുന്ന മേളോട്ട് എഴുതി വെക്കുക, താഴോട്ട് എഴുതി വെക്കുക. അങ്ങനെ പേജ് അങ്ങോട്ട് കുത്തി നിറച്ചാൽ പോരെ. അതൊക്കെ എൻ്റെ ചിന്ത. എൻ്റെ തൊട്ടുമൂത്ത ചേച്ചി ഗംഭീര പഠനമാണ്. രാത്രിയിൽ ബക്കറ്റിനകത്തൊക്കെ വെള്ളം നിറച്ച് 2 കാലും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഉറക്കം വരാതെയാണ് അവൾ പഠിക്കുന്നത്. എന്നിട്ടും ഞാൻ 10ാം ക്ലാസ് ചെല്ലുമ്പം അവൾ 10ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അധികം വിവരിക്കുക. ഒരുമിച്ച് ആ 10 പഠിച്ചത്. പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള മടികൊണ്ട് ഡിവിഷൻ മാറണമെന്ന് പറഞ്ഞു. 10E പോയി. ഞാൻ B ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഒരിക്കൽ അമ്മമ്മ ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ ചേച്ചി ചോദിച്ചൊരു കാര്യമുണ്ട്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, മനുഷ്യൻ ഇവിടെ പഠിച്ചിട്ട് തലേ കയറുന്നില്ല. അപ്പോഴാണ് അമ്മ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു മറുപടി സക്രിയ സാറ് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്കതൊരു അലോസരപ്പെടുത്ത ശബ്ദമാണെങ്കിലും ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, വില കുറഞ്ഞ പിശറായി കിടക്കുന്ന വെള്ളവുമുണ്ട്. അമ്മാമ്മ ഇങ്ങനെ കടകോലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന പണിയില്ലാതെ തിരിക്കുന്നതല്ല. നേരം വെളുക്കുമ്പോഴേക്കും 4 വഴിക്ക് തിരിഞ്ഞിരിക്കും. വളരെ ശ്രദ്ധിച്ചോ. 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോൽ ഇട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആകാശത്തെയും ഭൂമിയെയും കടലെയും കരയും ഇളക്കുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല. 4 കൂടെ ഇളകുമ്പോൾ ഇളകുന്നതിൻ്റെ നടുവിൽ ഇളകാത്തൊരു സാമ്രാജ്യം ഉയർന്നു വരും. അതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഏതാ സകല ജാതികളുടെയും മനോഹര വസ്തു? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ആത്മഗതം എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാഥ അടിയന് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിൻ്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ, സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ. അതുകൊണ്ടാണ് യേശുവിൻ്റെ ജനത്തിൽ പറയുന്നത് സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. നമ്മുടെ ആവേശം അതിരിവിടുന്ന കാര്യം എന്നാണെന്നറിയാമോ? നമ്മളിങ്ങനെ ഈ 3/4 ചക്രത്തിൻ്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത മുക്കുപണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന
ഒരു കുട്ടി ദൈവത്തെ ആരാധിക്കുവാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ലെന്നേ നമ്മൾ സ്വോത്രം പറയുന്നത്. മറിച്ച് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന മഹത്വവാനായ ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചാണ്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യനായ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. സാഹിത്യകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതി, മത, വർഗ, വർണ്ണ, കുലീന, കുലഹീന, ആര്യ, ചണ്ടാല, ശക, ദാസ, ബർബരാജ്, വൈകൃതങ്ങൾ ഭേദമെന്നേ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലക്ഷം വീട്ടിൽ താമസിക്കുന്നവൻ ലക്ഷപ്രഭുവിനും, കോടീശ്വരനും ഒരു ഓണക്കൊടി വാങ്ങുവാൻ പണമില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, അർത്താൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും, വിദ്യാസമ്പന്നം വിദ്യാവിഹീനനും, ധനവാനും ദരിദ്രനും, മുതലാളിക്കും തൊഴിലാളിക്കും, അടിമയ്ക്കും ഉടമയ്ക്കും, ഉറക്കെ ഞങ്ങൾ പറയുന്നു, ആകാശത്തിന് കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ ഒരു രക്ഷിതാവുണ്ടെങ്കിൽ ആ നാമത്തെയാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്. മറ്റൊരുത്തനിലും മറ്റൊരുത്തയിലും മറ്റൊരിടത്തും രക്ഷയില്ല. രക്ഷപ്പെടുവാൻ സർവ്വജനത്തിനും അവതരിച്ച യേശുവിൻ്റെ നാമം മാത്രം എല്ലാം ഇളകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഇളകാത്ത രാജ്യമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഇളകാത്ത രാജ്യം സവിശേഷതകൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണല്ലോ. നമുക്ക് വളരെ വേഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്കൊന്ന് വരാം. 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും കൂടെ ഇപ്പോൾ മൈക്കിൽ കൂടെ വായിച്ചു കേൾപ്പിക്കും. സദയം ശ്രദ്ധിക്കുക. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. കുറച്ചും കൂടെ. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. 3 കാര്യങ്ങൾ അവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആകാശത്തിലേക്കൊന്ന് കയറുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു സയൻറ്റിസ്റ്റ് ഒന്നുമല്ല. നമ്മുടെ ശാസ്ത്ര വിശാരദനോ പണ്ഡിത പടുവോ സാഹിത്യമൊന്നും പറയാത്ത ഈ സന്തോഷ് ഭാഷ പേടിച്ചിട്ട് അദ്ദേഹം വാ തുറന്നാൽ പിന്നെ പറയുന്ന കാര്യം നിഘണ്ടുവിൽ പോയി തപ്പേണ്ടി വരും. ഞങ്ങളൊക്കെ മാവേലിക്കര IMയിൽ ഞങ്ങളുടെ ഗ്രാജുവേഷൻ സർവീസിൻ്റെ സെറിമണിയൊക്കെ അദ്ദേഹമാണ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പിന്നെ വരുന്ന പ്രസംഗകർ സെല്ലേറ്റോപ്പ് വെച്ച് അവിടെ ഇരിക്കാറേ ഉള്ളൂ. കാരണം അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലികളൊക്കെ ഇവിടെ വെച്ച് കാണാനിടയാതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഞാൻ 25 വർഷം 10 സഭകളിൽ പാസ്റ്ററായിരുന്നു. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ സഭയിലുള്ള ആളുകളൊക്കെ ചോദിക്കും, പാസ്റ്റർ ഈ സൂര്യൻ എങ്ങനെയാണ് കറക്കുന്നത്? അപ്പം നമ്മൾ ഗസ്റ്റായിട്ട് ചെല്ലുന്ന സഭയിലാണെങ്കിൽ പറയാം, അരാമ്യ ഭാഷ നോക്കിച്ച് അടുത്ത ആഴ്ച വരുമ്പോൾ പറയാം, ഏതെങ്കിലും കോൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം. സ്വന്തം സഭയിൽ പറഞ്ഞിട്ടോ നിർവാഹമില്ല, പിന്നെ ആഴ്ച വരണ്ടായോ. അങ്ങനെ നോക്കിയിരുന്നും കുത്തിയിരുന്നും പഠിച്ചപ്പോഴേക്ക് മനസ്സിലായി ഇതൊക്കെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടല്ലെന്ന് ഓർത്ത് അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നേരെ 4 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി എന്നുള്ളത്. തൊടുന്നില്ല ഞാൻ, കാരണം ആകാശത്തിലേക്കാണ് പോകേണ്ടത്, പിന്നീട് ഭൂമിയിലേക്ക് വരേണ്ടത്. ഭൂകമ്പങ്ങൾ 3 ടൈപ്പാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ടെക്ടോണിക്, പ്ലൂട്ടോണിക്, വോൾക്കാനിക് എന്നിവയാണ്. 2.4 ആരംഭിച്ച് 9.6 വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചൈനയിലെ കമ്പനങ്ങൾ വരെ നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ടെക്ടോണിക്കിൽ മാത്രമേ വരുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ ഭൂകമ്പം 5 തരത്തിലാണ്. ഭൂകമ്പം, വലിയ ഭൂകമ്പം, ഏറ്റവും വലിയ ഭൂകമ്പം, ഇടിയോടുകൂടിയ ഭൂകമ്പം, ഇടി, മിന്നൽ, നാദം, ഇതിൻ്റെ അകമ്പടിയോടുകൂടിയ ഭൂകമ്പം. ഞാനതിലേക്ക് വരുന്നില്ല, ഭൂമിയൊക്കെ മാറ്റി നിർത്താം. നേരെ നമുക്ക് ഒരു മിസൈൽ കണക്കെ ആകാശത്തിലേക്കൊന്ന് പോകാം. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന കവിവചനം പോലെ അതിൻ്റെ അനന്തതയും ഒന്നും വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ: സൂര്യന് എന്ത് സംഭവിക്കും, ചന്ദ്രന് എന്ത് സംഭവിക്കും, നക്ഷത്രങ്ങൾ പെരുങ്കാറ്റുകൊണ്ട് ഉതിർത്ത്, കാറ്റുകൊണ്ട് അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. 1056 തർജ്ജിമ പിശകുകളിൽ ഒരെണ്ണമാണിത്. ഉൽക്കകൾ എന്ന് വരേണ്ടതാണ്, നക്ഷത്രങ്ങൾ താഴെ വീണു എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോന്ന് പഠിക്കുവാനായി വേഗം പോകാം. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു ക്രൂശ് എന്നും പറഞ്ഞില്ലല്ലോ എന്ന് കരുതി നിങ്ങളാരും വിഷമിക്കരുത്. ഇതെല്ലാം അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത്. 21ാമത്തെ കൺവെൻഷൻ ആണല്ലോ. ഇന്നലെ പറഞ്ഞതുപോലെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ കോർത്തിണക്കി പറയാൻ എൻ്റെ മനസ്സിൽ ഒരാവേശം തുടികൊട്ടുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളും മറ്റും അനുവദിക്കാത്തത് കൊണ്ടാണ് ആ മേഖലയിലേക്ക് ഞാൻ കിടക്കാത്തത്. അതുകൊണ്ട് പ്രാപഞ്ചിക ലക്ഷണങ്ങൾ ഒതുക്കി നിർത്താനായിട്ട് താല്പര്യപ്പെടുന്നു. സഹകരിക്കുക, കൂടെ വരിക. നമുക്ക് നേരെ മേളിലോട്ട് പോകാം. 1, സൂര്യൻ കരിമ്പിടം പോലെ കറുക്കും. 1ാമത്തെ ചോദ്യം ഇതാണ്, എവിടാ സൂര്യൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ
ശാസ്ത്രത്തിൻ്റെ അഭിമാനാർഹമായ നേട്ടങ്ങളിൽ ബിഗ് സല്യൂട്ട് അർപ്പിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം എന്നും കൂടെ കവിവചനമുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പറഞ്ഞവനെ ഉരുട്ടി കൊന്നത്. പക്ഷേ നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ എന്ത് പറയുന്നോ നമ്മളത് മാറ്റില്ല. എത്ര കാലം കഴിഞ്ഞാലും എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും പെന്തക്കോസുകാർ ഉപദേശം മാറ്റില്ല. ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ പറഞ്ഞു, സ്നാനപ്പെടാൻ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞു, അന്യഭാഷ പ്രാപിക്കണമെന്ന് പറഞ്ഞു, ആരാധിക്കണമെന്ന് പറഞ്ഞു, വിശുദ്ധിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആരൊക്കെ എന്തൊക്കെ പോർവിൽ നടത്തിയിട്ടും ഞങ്ങൾ ഒറ്റ ഉപദേശവും മാറ്റിയിട്ടില്ല. മറിച്ച് ഇതിനെതിർത്തവരെല്ലാം ഈ ഉപദേശം സർവാത്മന അംഗീകരിക്കുന്ന ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തിൽ കൂടെ നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ നീതിക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൂര്യൻ എവിടെ നിൽക്കുന്നു? ഉത്തരം 9,30,00,000 മൈൽ അകലത്തിൽ. അങ്ങനെ ഞാൻ പറയുമ്പോൾ പിള്ളേർ പറയും, അല്ല സാറേ കൂടെ പുരോഗമനമുണ്ട് എന്ന് അതാ ഞാൻ പറഞ്ഞത്. പണ്ട് ശാസ്ത്രം പറഞ്ഞിരുന്നത് 9,30,00,000 മൈൽ അകലത്തിലെന്നാണ്. ഇപ്പോൾ പറഞ്ഞ അങ്ങനല്ല, 15 കോടി മൈൽ അകലത്തിൽ എന്നാണ്. കൃത്യമായി പറയാമോ എന്ന് ചോദിച്ചാൽ 14 കോടി. കൃത്യമായി പറഞ്ഞാൽ 14,95,97,916 916 ആവരണം പോലെ അത്രയും അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ദൈവശാസ്ത്രമൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതിൻ്റെ അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂടുണ്ട്. വെള്ളം തിളയ്ക്കാൻ എത്ര വേണമെന്നറിയാമല്ലോ. ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂടുണ്ട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തീ ജ്വാലയുടെ നീളമെന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നീളമാണ്. മലയാളികളായ ദൈവമക്കളെ, നമ്മുടെ കേരളം 750 കിലോമീറ്റർ നീളമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇത്രയും ബൃഹത്തായ കണക്കുകൾ. ഈ കണക്കുകൾ ഇത്ര കൃത്യമായി ഞാനിങ്ങനെ 14,95,97,916 എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ചിന്തിക്കും, ഉപദേശിയുടെ വർത്തമാനം കേട്ടെങ്കിൽ ആനപ്പുറത്ത് പാപ്പാൻ കയറിയിരിക്കുന്ന പോലെ സൂര്യൻ്റെ പുറത്ത് തെർമോമീറ്ററുമായിട്ട് കയറിയിരുന്ന് കൃത്യമായി അളന്ന് തൂക്കി വന്നതുപോലെ ഉണ്ടല്ലോ എന്നും പറയരുത്. ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ നമ്മൾ സർവാത്മന അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ സൂര്യൻ നടക്കുന്ന പ്രതിഭാസം പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശാസ്ത്രം പറയുന്നത് അതിനകത്ത് നടക്കുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു സെക്കൻഡിൽ 60 കോടി ടൺ ഭാരമാണ് കത്തിത്തീരുന്നത്. കത്തിത്തീരുന്ന വാതകത്തിൻ്റെ പേരൊക്കെ പിള്ളേർക്ക് അറിയാമല്ലോ, ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ്. ഇത് എത്ര വർഷമായി കത്തുന്നു? 700 കോടി വർഷമായി ഒരു വൻ ആണവ നിലയമെന്ന കണക്കെ ഇതിങ്ങനെ കത്തുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ 700 കോടി എന്ന് പറയുമ്പോഴാണ് ഇന്നലത്തെ നമ്മുടെ യോം തിയറിയൊക്കെ നമ്മൾ കാലക്കണക്കുകൾ ഉൾപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. ഈ കത്തിത്തീരുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ വാതകം ഹീലിയമായിട്ട് മാറുമ്പം അതവിടെ സൺ സ്പോട്ട് എന്ന് വിളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉടലെടുക്കുവാനിടയായിത്തീരും. സൂര്യനകത്ത് സൺ സ്പോട്ടും ഉണ്ടാകും, സൺ ഷോക്കും അതിനകത്തുണ്ടാകും. നിങ്ങൾക്കറിയാം, ഈ ഹീലിയമൊക്കെ അതിനെ പടർന്ന് പന്തലിച്ചിട്ട് 1947 ഏപ്രിൽ മാസം 8-ാം തീയതി 1,86,200 ചതുരശ്ര കിലോമീറ്റർ ദൂരത്തിൽ ഒരു കറുത്ത പാട് സൂര്യനിൽ ഉണ്ടായിരുന്നു. അതിനാണ് ശാസ്ത്രം സൂര്യകളങ്കം എന്നൊക്കെ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11 വരുമ്പോൾ സൂര്യനിൽ ബാധ തട്ടി എന്നൊക്കെ പറയുന്ന മലയാള പദം നമുക്ക് നാട്ടുകാർക്ക് ബാധയുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ അവിടെ ആരാ ബാധയൊക്കെ കൊണ്ടുപോകുന്നേ? അതിനാരും കൂടോത്രം ചെയ്യാനൊന്നുമില്ല. അതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഈ സംഭവം എങ്ങനെയാണ് ഒരു സെക്കൻഡിൽ 60 കോടി ടൺ ഭാരം വീതം ഹൈഡ്രജനും കത്തി ഹീലിയമായിട്ട് മാറി സൺസ്പോട്ടൊക്കെ ഉണ്ടാകുമ്പം ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂടുണ്ട്. അത് ചിലപ്പോഴൊക്കെ ചില പ്രതിഭാസ നിമിത്തമായിട്ട് 4,000 കുറയുമ്പോഴാണ് സ്പോട്ടൊക്കെ രംഗത്ത് വരുവാൻ ഇടയായിത്തീരുന്നത്. അതൊക്കെ ശാസ്ത്രം പറയുന്ന കണക്കുകളാണ്. അതവിടെ നിൽക്കട്ടെ. ഇതെങ്ങനെ കരിമ്പടം പോലെ കറക്കുമെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരായ വാൽസിയോടും എഡ്സി തുടങ്ങിയിട്ടുള്ള പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, അത് ചൂട് കൂടിയിട്ട് പൊട്ടിത്തെറിക്കുക. 2, ചൂട് കുറഞ്ഞിട്ട് ചുരുങ്ങി ഇല്ലാതാകുക. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അണയാൻ പോകുന്ന വിളക്ക് എന്തു ചെയ്യും? ആളിക്കത്തും നമ്മൾ പറയാറില്ലേ? അത് ഒന്നാമത്. രണ്ടാമത്, എണ്ണ തീരുമ്പം തീരെ മങ്ങിയും കത്തും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഒരു ബൾബിനെ നമ്മൾ നോക്കിക്കേ, അതിനകത്ത് വോൾട്ടേജ് കൂടിയാൽ പൊട്ടിത്തെറിച്ച് അതില്ലാതായിത്തീരും. തീരെ കുറഞ്ഞാൽ ഒന്നുമില്ലാതെ ആയിത്തീരുകയും ചെയ്യും.
ഇതൊക്കെ പ്രതിഭാസങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആത്മീയ നിലവാരം പോലും അങ്ങനെ ആയിരിക്കണം. എന്താ കാര്യം? നമ്മൾ ഒത്തിരി ചൂടും പാടില്ല, ഒത്തിരി തണുപ്പും പാടില്ല. അങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ പറയില്ലേ, ഭൂമിയിലെ മണ്ണ് കൊണ്ടാണല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഈ ഭൂമിയിലെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുമ്പം ഭൂമിയിൽ നമുക്കറിയാമല്ലോ, ഇത് ചെരിവ് ഒരല്പം കൂടെ ചെരിഞ്ഞിരുന്നുവെങ്കിൽ ഇത് തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ചൊവ്വാഗ്രഹം പോലെ ആകുമായിരുന്നു. ഇത്രയും ചെരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തിളച്ചു മറിയുന്ന ശുക്രൻ പോലെയാകുമായിരുന്നു. ഈ മണ്ണ് കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അധികം തിളച്ചു മറിയരുത്. ആത്മീകത്തിൽ പോലും വചനത്തിന് വിരുദ്ധമായ വേലിക്കെട്ടുകൾ തകർക്കുന്ന തിളച്ചുമറിയിൽ നാം അനുവദിച്ചുകൂടാ. 2, ഒത്തിരി തണുത്ത് ഉറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും സമയം വാ തുറക്കാതെ സ്വത്രം പറയാതെ ഒന്നും ഇരിക്കുകയും ചെയ്ത് ഇടയ്ക്കൊക്കെ ഒരു സ്വത്രമൊക്കെ പറഞ്ഞുകൊണ്ട് പിരിക്കണം. അതല്ലേ യോശുവോട് പറയും, ഇടത്തോട്ട് മാറരുത്, ഇഷ്ടപ്പെട്ടു, വലത്തോട്ടും മാറരുത്. എന്ത് പഠനമാണെന്ന് നോക്കിക്കുകയും 1-ാം സങ്കീർത്തനം, നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. അപ്പം ഇതിന് ഓടണം. എങ്ങനെ ഓടണം? 100 മീറ്റർ വേഗത്തിൽ ഓടുന്ന പോലല്ല, 24 മൈൽ മാരത്തണോട്ടം പോലെ സാവധാനം ഓടണം, അവസാനം വേഗത്തിൽ ഓടണം. ജ്ഞാനി അദ്ദേഹത്തിൻ്റെ പിതാവ് ദാവീദും ശലോമോനൊക്കെ പറഞ്ഞ കാര്യം കേൾക്കാമോ? നിങ്ങൾ കോവർ കഴുതയെപ്പോലെ ആകരുത്, ഇഷ്ടപ്പെട്ടു. അടുത്തത്, കുതിരയെപ്പോലെയും ആകരുത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, എനിക്ക് ദാരിദ്ര്യം വേണ്ട, ഹല്ലേലൂയ, ഗ്ലോറിക്ക് മഹത്വം. അടുത്ത് കേൾക്കണോ? സമ്പത്തും വേണ്ട. എന്താ കാര്യം? നിത്യവൃത്തി എന്ന് പോഷിപ്പിക്കണമേ. അപ്പം ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ചെയ്ത ജീവിതമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകും. അതാണ് ഇപ്പോഴൊക്കെ ഉണ്ടായിരിക്കുന്ന അപകടമെന്ന് പറയാൻ ഞാൻ ഒട്ടും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല. അപ്പോൾ സൂര്യൻ്റെ അകത്തുണ്ടാകുന്ന ഈ പ്രതിഭാസം കൊണ്ട് ഒന്ന് പൊട്ടിത്തെറിച്ച് പോകുക എന്ന് പറയുന്നത് ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് അത് വിരോധമാണ്. അതങ്ങനെ പൊട്ടിത്തെറിച്ച് പോകാനും സാധ്യതയില്ല. പിന്നെ ശാസ്ത്രം പറയുന്നത് ഇതിങ്ങനെ ചുരുങ്ങി വരുമ്പോഴുണ്ടല്ലോ, ഈ 4000 ഒക്കെ ആയിട്ട് മാറുമ്പോൾ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകുമെന്നാണ്. മലയാളത്തിൽ അണു സംയോജനമെന്നാണ്. ഇതിന് ഇങ്ങനെ ചുരുങ്ങി വരുന്ന സമയത്ത് വ്യാഴം പോലെയുള്ള ഈ ഗ്രഹങ്ങളെ ആകർഷിക്കുമ്പോൾ ഇത് ചുരുങ്ങി ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യമൊക്കെ മനസ്സിലായി, പൊട്ടിത്തെറിക്കാനും പോകുന്നില്ല, ചുരുങ്ങി ഇല്ലാതാകാനും പോകുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. ഈ സൂര്യൻ സൗരയൂഥ കുടുംബം ഒരു ഓട്ടത്തിലാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. നമ്മുടെ പെന്തക്കോസിലെ ഉപദേശിമാർ പറയുന്നു നാട്ടുകാർക്ക് അംഗീകാരമല്ല. എന്താ കാര്യം? അവർ പറയും നമുക്ക് വിവരമില്ലാത്തവരാ, പണ്ടത്തെ 4-ാം ക്ലാസ്സുകാരാ, കയ്യാല പണിക്കാരാ, പപ്പടം വിൽക്കുന്നവരാ, റബ്ബർ വെട്ടുന്നവരാ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ റബ്ബർ വെട്ടുന്നവരൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ കയ്യിലൊക്കെ എല്ലാം തികഞ്ഞ BTHഉം BD കൊണ്ടെന്ന് പറഞ്ഞാലും തീപ്പെട്ടി ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ഒരച്ചാലൊന്ന് കത്തിക്കണമെങ്കിൽ കൃപയുള്ള ഉപദേശിമാർ തന്നെ വേണം. ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യാലവണി ഉപദേശിമാരൊക്കെ 4 കവലകളിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, സൂര്യന് അയനമുണ്ട്. ഉടനെ ശാസ്ത്രം പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? ഇവരുടെയൊക്കെ തലയ്ക്ക് 1-2 തളം വെക്കണം. അങ്ങനെ എണ്ണ തേച്ചുകൂടി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറേയൊക്കെ മാറും ഈ ചെറുപര പറയിലും പറച്ചിലും. മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, വല്ല ഗുണ്ടാവണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ എന്ന് വേദവികാരം കവിതയിൽ മഹാകവി KV സൈമൺ സാറ് പറയുന്ന പോലെ പെന്തക്കോസിലെ ഉപദേശിമാരെ കളിയാക്കി ലോകം സൂര്യന് അയനമുണ്ടെന്നാണ് ഈ പൊട്ടന്മാർ പറയുന്നത്. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ സൂര്യന് അയനമുണ്ടെന്ന് പറഞ്ഞത് ശാസ്ത്രം വിശ്വസിച്ചല്ല, 19-ാം സങ്കീർത്തനം വായിച്ചാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, അടിവര. ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും മറുവറ്റം വരെ അതിൻ്റെ അയനവുമാകുന്നു. ഇംഗ്ലീഷിൽ സർക്യൂട്ട്. അടുത്ത ഭാഗം, വീരനെ പോലെ ഓട്ടോടുവൻ സന്തോഷിക്കുന്നു, അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 പദങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. 1 അയനം, സർക്യൂട്ട്. 2 ഓട്ടമോടുവൻ സന്തോഷിക്കുന്നു. സൗരയൂഥ കുടുംബം നേരെ വെച്ച് പിടിക്കുകയാണ് വടക്കോട്ട്. അതുകൊണ്ട് തന്നെ അയനമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പം ശാസ്ത്രം വിശ്വസിച്ചില്ല. ശാസ്ത്രം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ തീർച്ചയായി പറയുന്നു അതിന് അയനമുണ്ട്. ഇന്ന് ശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അംഗീകരിച്ച് നിങ്ങൾ പറഞ്ഞാൽ ശരി. കാരണം സൂര്യൻ 2 വിധത്തിലുള്ള അയനമുണ്ട്. 1, ഭൂമിയെപ്പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങി വരുന്നു, 28 ദിവസമെടുക്കും. 2, ഈ സൂര്യനും അതുപോലെ സൗരയൂഥ കുടുംബം നവഗ്രഹം നമ്മൾ അത് അറിയാമല്ലോ. ചൊവ്വയുണ്ട്, ബുധനുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെള്ളിയും ഞായറും ഇല്ല.
കാരണം അത് രണ്ടും പെന്തിക്കോസുകാരെടുത്തു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും ഞായറാഴ്ച പിടിവിട്ട് ആരാധനയും. അപ്പോൾ അത് രണ്ടും വിട്ട് ബാക്കിയൊക്കെ അവരങ്ങ് ഇതെല്ലാം കൂടെ ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ വടക്കോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് ഈ വടക്കോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പിള്ളേർ ശ്രദ്ധിച്ചോളാം കേട്ടോ, ശാസ്ത്രീയ കുറിച്ചൊക്കെ ഒന്ന് പിടിച്ചോളാം നിങ്ങൾ. എന്താ ഈ വടക്കോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? എന്തോ വടക്കോട്ട് പോകുന്നത്, വടക്കെന്ന് പറഞ്ഞാൽ ഏതാ വടക്ക്? ഞാനൊക്കെ ചിലപ്പോൾ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാം, എവിടെ പാസ്റ്ററുടെ വീട്? ഞാൻ പറയും അങ്കമാലി. ഓ വടക്കാണല്ലേ. അവർ വിചാരം അങ്കമാലി വടക്കാണെന്നാണ്. ഞങ്ങൾ അങ്കമാലിക്കാരെ വടക്ക് മലബാറാണ്, അവരുടെ വടക്ക് കാസർഗോഡാണ്, അവരുടെ വടക്ക് മംഗലാപുരമാണ്, അവരുടെ വടക്ക് വടക്കേ ഇന്ത്യയാണ്. വടക്കേ ഇന്ത്യ ചെന്നാൽ വടക്കുണ്ടോ? സത്യം പറ, വടക്കെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ? അതറിയട്ടെ ആദ്യം. എവിടെ വടക്കെന്ന് പറഞ്ഞൊരു സ്ഥലം? അങ്ങനെ ഒരു സ്ഥലമില്ലെന്നേ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ദിശാബോധം മനസ്സിലാക്കി കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പറയാമെന്നുള്ളതല്ലാതെ അങ്ങനൊരു സ്ഥലമില്ല. അതുകൊണ്ടാണല്ലോ പഴമക്കാർ പറയും ഏറെ തെക്കോട്ട് പോകരുത്, വടക്ക് വശത്തെത്തും. സത്യം, ഏറെ തെക്കോട്ട് പോയാൽ വടക്ക് വശത്തെത്തും. ഭൂമി ഉരുണ്ടതല്ലേ? അതായി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ പറയുന്ന വടക്ക് വശം ഏതാണെന്ന് മനസ്സിലായോ? ഞാൻ വേദപുസ്തകന്റെ ഭാഷയിലേക്ക് വരാം, മക്കളെ ചിന്തിച്ചോളണം. വടക്കാണ് സ്വർഗം. ആരോട് പറയാം? വടക്കാണ് സ്വർഗം. ഏത് വടക്ക് സ്വർഗം? ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന വടക്കല്ല. പണ്ടൊക്കെ നമ്മുടെ നാരായണപിള്ള സാറ് ഒരു ബോർഡൊക്കെ തൂക്കിയിട്ടിട്ട് ചൂരവടി കൊണ്ട് പറയും, നേരെ മുകളിലോട്ട് പിടിച്ചിട്ട് പറയും ഉത്തര ധ്രുവം. തനി മലയാള ഭാഷയാണ്. ഉത്തര ധ്രുവം, ബൈബിൾ ഉത്തര ദിക്ക്, അതാണ് വടക്കെന്ന് പറയുന്നത്. ആ വടക്ക് സ്വർഗമാണോ എന്നറിയാം. എന്താ തെളിവെന്നറിയാമോ? 1983, 84, 85 കാലഘട്ടങ്ങളിൽ ഭൂമിശാസ്ത്രം വികസിച്ച് വാന നിരീക്ഷണത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു കേട്ട ഒരു ഭാഗം ഇങ്ങനെയാണ്: ആകാശത്തിൽ ഒരു ഭാഗത്ത് ഒന്നുമില്ല, അതായത് നക്ഷത്രങ്ങൾ ഇല്ലാത്ത, ആ ക്ഷീരപഥങ്ങൾ ഇല്ലാത്ത, മിൽക്കി വേ ഇല്ലാത്ത, ഒരു നക്ഷത്ര കുഞ്ഞുപോലും ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് നോർത്തേൺ നെബൂള എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് അവർ സൂക്ഷ്മം പഠിച്ചപ്പോൾ 3 കാര്യങ്ങൾ അവർക്ക് ഊഹിച്ചെടുക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഏതോ ഒരു വലിയ ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന പ്രവേശന കവാടം പോലെ, കമാനം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. 2, സ്ഫടികം പോലെ കിടക്കുന്ന ഒരു തടാകം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. 3, ലോകത്തിൽ ഇന്നുവരെ ആർക്കും വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ ഒരു വെണ്മ പോലെ ഞങ്ങൾ അവിടെ കാണുന്നു. കമാനം പോലെ, സ്ഫടികം പോലെ, വെണ്മ പോലെ. ഈ കാണുന്ന ഈ നോർത്തേൺ നെബൂളയിൽ സംഭവം എന്താണെന്ന് അറിയാൻ ആകപ്പാടെ അവർ പഠിച്ചത് മതഗ്രന്ഥങ്ങളാണ്. ലോകത്തിലുള്ള ഗ്രേക്കരുടെ മതവും റോമാ മതവും ബാബിലോണിയൻ മതവും ഈജിപ്ഷ്യൻ മതവും പുരാതന മതങ്ങളൊക്കെ പഠിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് അവർ എത്തിച്ചേർന്നപ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ 2 വാക്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നാമത്തെ വാക്യം, ഞാൻ ആകാശത്തിൽ മാളികകളെ പണിയും. പഴയ നിയമം. പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഈ 2 വാക്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് 1983 മുതൽ 85 കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ശാസ്ത്രം ചോദ്യം എന്നാണെന്നറിയാമോ? നോർത്തേൺ മൂളയിൽ കാണുന്ന ഈ കമാനം പോലെ, ഈ തടാകം പോലെ, ഈ സ്ഫടികം പോലെ കിടക്കുന്ന ഈ സംഭവം ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിനകത്ത് അവരുടെ ദൈവമായ യഹോവയും ക്രിസ്തുവും പറഞ്ഞ് അവർക്ക് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വർഗരാജ്യമായിരിക്കുമോ എന്ന് അമ്പരന്ന് ചോദിച്ചുകൊണ്ട് വേദപുസ്തകത്തിന്റെ ദൈവശ്വാസീയതയെ അവർ അംഗീകരിക്കുകയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു. 1349 ഗ്രാം തൂക്കം വരുന്ന ഈ തലച്ചോറ് കൊണ്ട് കോടികൾ മുടക്കി ഒരു സ്വർഗരാജ്യമുണ്ട് നിങ്ങൾ ഗതികെട്ട് സമ്മതിക്കേണ്ടി വരുമ്പോൾ, പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമാ ശ്രീഹയോട് യേശു പറഞ്ഞു, തോമാച്ച, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഈ പുസ്തകം എടുത്തവർക്ക് തെറ്റുപറ്റുകയില്ല സുഹൃത്തെ. ആവേശത്തോടെ വിളിച്ചു പറ, ഒരു സ്വർഗമുണ്ട്. ആവേശത്തോടെ വിളിച്ചു പറ, ഒരു നരകമുണ്ട്, ഒരു നിത്യതയുണ്ട്. അതിനെ ആരൊക്കെ എന്തൊക്കെ പഴുതുകൾ അടച്ചാലും പഴുതടച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു സ്വർഗമുണ്ടേ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വടക്കോട്ട് പോകും. നമ്മൾ പണ്ടൊക്കെ ഈ കടലിൽ ആളുകൾ പോകില്ലേ? കടലിൽ പോകുന്ന ദിശ മനസ്സിലാക്കുവാൻ വാച്ചുണ്ടോ? വാച്ചില്ല, നിഴലാണ്. രണ്ടാമതൊരു യന്ത്രമുണ്ട്. കടലിൽ പോകുന്ന ആളുകൾ ദിശകൾ മനസ്സിലാക്കിയ സമയം മനസ്സിലാക്കാൻ ഒരു യന്ത്രമുണ്ട്. പേര് കേട്ടിട്ടുണ്ടോ? അറിയാമല്ലോ. എന്ത് യന്ത്രമാണ്? വടക്ക് നോക്കി യന്ത്രം. ഞാൻ ഈ ഗുജറാത്തിൽ ചെന്നപ്പോൾ പോർബന്തറിൽ നിന്ന്
അന്നത്തെ വിലയ്ക്ക് ഒരു 35 രൂപയ്ക്ക് ഒരു വടക്ക് നോക്കി യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളൊക്കെ ഓടി. ഞാനപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, എന്താണ് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചി? ഇതിൻ്റെ തെക്ക് നോക്കി യന്ത്രം എന്ന് പേരിടത്ത കാര്യം എന്നറിയാമോ? വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായിട്ട് മാത്രമേ സ്ഥിതി ചെയ്യത്തുള്ളൂ. അയ്യോ, ഞാനത് വായിച്ച് ദൈവത്തെ സ്തുതിച്ചു. കാരണം 35 രൂപ കൊടുത്താൽ കിട്ടുന്ന വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടെയായി ഇരിക്കുന്നതെന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല. അവർ പ്രാർത്ഥിക്കാമെന്ന് ചിലപ്പോൾ കിഴക്കോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നത് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃത്യമായി പറഞ്ഞാൽ വേദപുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഭൂമി എങ്ങോട്ടാണ് ചെരിഞ്ഞിരിക്കുന്നേ? വടക്കോട്ടല്ലേ ചെരിഞ്ഞിരിക്കുന്നേ? അതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? അവൻ ദൈവത്തെ ആരാധിക്കുകയാണെന്നേ. എന്താ ആരാധിക്കുന്നവൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായി? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. സൃഷ്ടിതാവിൻ്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അതാരും ആരെയും പ്രേരിപ്പിക്കേണ്ട ഒന്നല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഗോലിയുള്ള സോഡയുണ്ട് അല്ലേ, മുട്ടയിലേക്ക് വെച്ച് പൊട്ടിക്കുന്ന ടിഷ് എന്നൊക്കെ പറഞ്ഞു. അത് കുടിച്ചേച്ച് ആരെങ്കിലും പറയാറുണ്ടോ? കൊമളെ പൊങ്ങിവ, കൊമളെ പൊങ്ങിവ? ആരും പറയാറില്ല. അത് ക്വാളിറ്റിയുള്ള സാധനമായതുകൊണ്ട് അത് പൊങ്ങി വരും ഉറപ്പാണെന്ന്. അകത്ത് ദൈവമുള്ളവൻ, സത്യം അകത്തുള്ളവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, അവൻ എവിടെ ഇരുന്നാലും എന്ത് തടസ്സമുണ്ടെങ്കിലും അവന് ദൈവത്തെ ആരാധിക്കുവാൻ യാതൊരു തടസ്സവും അതിനകത്തില്ലെന്ന്. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കുമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടായി? വടക്കോട്ട് പോകുന്ന. ബൈബിളിലേക്ക് വരുന്ന വടക്ക് സ്വർഗമാണ്. അതെ, വടക്ക് സ്വർഗമാണ്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം വായിക്കേണ്ട കേട്ടോ പറയാം. ലൂസിഫർ പറഞ്ഞൊരു കാര്യം എന്നാ? ലൂസ് എന്ന് പറഞ്ഞ ഞാൻ മേഘോനങ്ങൾക്ക് മീതെ കയറും. അടുത്ത് ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ അവൻ്റെ കൂട് വെക്കും. അടുത്ത് നോക്കണം, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും എന്നുള്ള ഹൃദയത്തിൽ പറഞ്ഞ് ഉത്തരദിക്ക്. 48-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം അറിയാമല്ലോ. മഹാരാജാവിൻ്റെ നഗരമായി കണ്ടോ, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു ഉത്തരഗിരി. 75-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല, പിന്നെ വടക്കില്ല. വടക്കിന് പകരം ദൈവം ന്യായാധിപതിയാകുന്നു. അവിടെയാണ് ദൈവം ഇരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം എഹെസ്കേൽ പ്രവചനം. വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു, വടക്ക് നിന്ന് തീ പോലെ വരുന്നു. ഉത്തരം വ്യക്തമാണ് പ്രിയപ്പെട്ടവര്. ഇതെല്ലാം വടക്കോട്ട് വെച്ച് പിടിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് അവിടെ അവൻ സൂര്യന് ഒരു കൂടാരമടിച്ചിരിക്കുന്നത്. കാര്യം ഇതാണ്, സൂര്യൻ അവിടെ ചെന്നിരുന്ന് സംഭവിക്കുന്നറിയാമോ? അതവിടെ നിൽക്കും. അതിനകത്ത് ചുരുങ്ങി സ്റ്റാർ ന്യൂക്ലിയർ ഫ്യൂഷനൊന്നും സംഭവിക്കത്തില്ല, പൊട്ടിത്തെറിക്കാനും സാധ്യതയില്ല. പഴയ വേദചിന്തകന്മാർ പറയുന്നത് സൂര്യൻ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ 10-15 വർഷങ്ങൾ കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത് എന്ന് ഡൽഹി ഗവൺമെൻറ് പറയുമ്പം തട്ടുകൾ നടത്തുവാൻ ഉപയോഗിക്കുന്ന പോലെ സൂര്യൻ ഓട്ടം തികച്ചത് കൊണ്ട് ആ പ്രകാശമെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അത് വാസയോഗ്യമാക്കുമെന്നാണ് ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതിയിട്ടുള്ളത്. ഉപോത്ബലകമായ വാക്യമുണ്ട് വെളിപ്പാട് പുസ്തകത്തിനകത്ത്. ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളക്കല്ല് കൊടുക്കും, വെള്ള ഉടുപ്പ് നൽകും, ജീവസുരഫലം തിന്മാൻ കൊടുക്കും, എന്നോട് ഇരിക്കാൻ വരം നൽകും, മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഉദയ നക്ഷത്രം കൊടുക്കും എന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർത്ഥം വല്ലതും മനസ്സിലായോ? മനുഷ്യനിങ്ങനെ ചന്ദ്രനിലേക്ക് പോകാനും നക്ഷത്രങ്ങളിൽ പോകാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ഒരു കാലത്തും കയറുകയില്ലെന്ന് പറയുന്ന സൂര്യഗോളങ്ങളെ വരെ കീഴ്പ്പെടുത്താൻ ദൈവമക്കൾക്ക് ഭാവിയിൽ സാധ്യതയുണ്ടെന്ന് പറയുമ്പം ആ സാധ്യതകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ന്യായമായൊരു ചോദ്യം ചോദിക്കാം നാട്ടുകാർക്ക്. അല്ല ഉപദേശിമാര്, സൂര്യനില്ലാത്ത രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പടിഞ്ഞാറൻ ചക്രവാളത്തിന് മേഘക്കീറിലുള്ളിൽ സായം സന്ധ്യയിൽ ചെഞ്ചായും പൂശി സന്ധ്യമയകുന്ന സൂര്യൻ കിഴക്ക് വെള്ളയേറി ഉദിച്ചു വന്നില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? അതാ ഞങ്ങളും പറയുന്നത്. ഈ സൂര്യൻ്റെ പ്രകാശം ആവശ്യമില്ലാത്ത ഒരു കാലം വരും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഖത്തറിലെ സിറ്റിയിൽ ചെന്ന് നോക്ക്, 10,000-കണക്കിന് വാട്സുകളുള്ള ഹാലജൻ ബൾബുകൾ മെന്നിത്തിളഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ നാളെ പകൽ ആ വെട്ടമൊന്നും കാണത്തില്ല. എന്താ കാര്യമെന്ന്
എന്തെന്നറിയാമോ? ഒറിജിനൽ സൂര്യൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യന്റെ ആവശ്യം പിന്നെ ഈ ഭൂമിയിലില്ല. നിങ്ങൾ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾ പറയുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെ സൂര്യന്മാരുണ്ട്. ഈ സൂര്യന്റെ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനുണ്ട്, പേര് ആർക്കിയോൺ. 1,86,282 മൈൽ വേഗത്തിൽ സൂര്യപ്രകാശം സഞ്ചരിച്ചിട്ടും ഇതുവരെ അത് ഭൂമിയിൽ വന്നിട്ടില്ല. അതിനേക്കാൾ വലിയ സൗരയൂഥങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനൊരു പേരുണ്ട്. 375 പേരുകൾ യേശുവിന് വേദപുസ്തകത്തിനകത്തുണ്ടെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പേര് പറയാം. മലാക്കി പ്രവചനം 4-ാം അധ്യായം പറയുന്നുണ്ട്, രോഗോപശാന്തിയോടുകൂടെ അവൻ നീതി സൂര്യനായി അവൻ മടങ്ങി വരുമെന്ന്. ഈ സൂര്യൻ അസ്തമിക്കുന്നു പറഞ്ഞാൽ ഇത് കട്ടയും പടവും മടക്കി പോകട്ടെ, പക്ഷേ പകരം മറ്റൊരു സൂര്യൻ ഇവിടെ ഉദയം ചെയ്യുമെന്ന്. ഞാനാണ് ലോകത്തിലെ വെളിച്ചമെന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിനെ ഇവിടെ തല്ലിക്കൊന്ന്, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി വരെ, ഗബ്ബഥാ മുതൽ ഗോൽഗോഥ വരെ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും ഈ ലോകം തുപ്പിമർത്തിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവറി കുന്നിലേക്ക് നടത്തി കുടിവെള്ളം പോലും കൊടുക്കാതെ ക്രൂശിൽ മരിച്ച് മറ്റൊരുവന്റെ കല്ലറിൽ അടക്കം ചെയ്ത ആ യേശു അവസാനിച്ചെന്ന് ലോകം പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇല്ല, കല്ലറയുടെ കവാട ബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്ത്, കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെ കണക്കിന് ഭേദിച്ച് തോൽപ്പിച്ചുകൊണ്ട് മതങ്ങൾ കെട്ടിപ്പൊക്കിയ മതബന്ധങ്ങളുടെ കടയ്ക്ക് കോടാലി വെച്ചുകൊണ്ട് ഇത് പര്യന്തമായ ചരിത്രത്തിൽ ഒറ്റ ഒരുവന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. നിങ്ങൾ അവനെ കണ്ടത് മുൾക്കിരീടം ധരിച്ചാണെങ്കിൽ ഇനി ഞങ്ങൾ അവരെ കാണാൻ പോകുന്നത് 1000 കോടി സൂര്യപ്രഭയോടുകൂടെ. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു പറ, യേശുരാജൻ, എന്റെ പ്രിയൻ യേശുരാജൻ 10,000 പേരുകളിൽ സുന്ദരൻ ഈ ലോകത്തെ ഭരിക്കുവാനായി വരാൻ പോവുകയാണ്. സൂര്യന്റെ കാര്യങ്ങൾ. അപ്പൊ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. അതിനെ പിടിച്ചു നിന്നാൽ ചന്ദ്രനിലേക്കൊന്നും വരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സമയത്തെയല്ല, സമയബന്ധിതമായല്ല അവസാനിപ്പിക്കണമല്ലോ. വേഗം നമുക്ക് ചന്ദ്രനിലേക്ക് വരാം. 3.25 ലക്ഷം കിലോമീറ്റർ മാത്രം അകലമുള്ള ചന്ദ്രനാണ് എല്ലാവരുടെയും ലക്ഷ്യം, ഇല്ലേ? പാത്ത്ഫൈൻഡറും ക്യൂരിയോസിറ്റിയൊക്കെ പോയി ചൊവ്വയിൽ പാറയുണ്ടോ വെള്ളമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട വരികയാണ്. ഈ ചന്ദ്രൻ അടുത്തുള്ള സാധനമായതുകൊണ്ട് ഒരുപാട് ആശയങ്ങളും അതുപോലെ അപകടകരമായതൊക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേരൊന്നും പലരും ഈ ചന്ദ്രനിലൊക്കെ ആളുകൾ പോയി എന്ന് പറഞ്ഞു പോലും വിശ്വസിക്കാത്ത പിള്ളേരുണ്ട്. ഒന്നാമത് നമ്മൾ കാളവണ്ടി യുഗമല്ലല്ലോ, ഇവർ കമ്പ്യൂട്ടർ യുഗമല്ലേ. പുത്തൻ വിനിമയ വിദ്യയുടെ ഉത്തംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ യന്ത്ര മനുഷ്യരാണ് ഈ ഇരിക്കുന്നതല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ചില പിള്ളേർ പറയുന്നു അവിടെ ഒന്നും പോയിട്ടില്ലെന്നേ. കാരണം അവർ പറഞ്ഞ ഒരു കാര്യം കേൾക്കണം, ചന്ദ്രനിൽ പോയി സ്ഥാപിച്ച കൊടിക്കുറ എങ്ങനെ ആടുന്നുണ്ട് പോലും. അവിടെ ആ കാറ്റ് അതിൻ്റെ ഏതാണ്ട് സഹാറ മരുഭൂമി പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് കൊടി കുത്തിച്ച് വന്നാണെന്നൊക്കെ ആക്ഷേപിക്കുന്ന പിള്ളേരുണ്ട്. ഞങ്ങൾ അത്രയൊന്നും കിടന്ന് ആക്ഷേപിക്കുന്നില്ല, അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് വിശ്വസിക്കുക. എന്തായാലും പിള്ളേരെ പറ്റിക്കാനൊക്കത്തില്ല. കാരണം ഞാനീ പറയുന്ന കാര്യങ്ങൾ പോലും പെട്ടെന്ന് ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക, 14 ലക്ഷം കോടി ഇത്രയൊക്കെയാണെന്ന് പെട്ടെന്ന് അവർ കണ്ടുപിടിച്ച് കളയും. പിള്ളേരെ പറ്റിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഇന്നാളൊരു ഒരു 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 ആൾ എല്ലാവരും സംസാരിച്ച് ചോദിക്കുക, പിള്ളേരൊന്ന് ശല്യപ്പെടുത്തി പറയും, എടാ നീ ഇവിടെ നിന്ന് വർത്താനം പറയുക, ഇതൊന്ന് പോയി ഒന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു പട്ടിയുടെ പടം കൊടുത്തു പോയി പെയിൻ്റ് അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ നിസ്സാര സമയം കൊണ്ട് ഒരു ഡസൻ സ്കെച്ച് പേനയും കൊടുത്തു. നിസ്സാര സമയം കൊണ്ട് അവൻ പടം വരച്ചു തന്നു. ആ പുള്ളി നോക്കിച്ച് പറഞ്ഞു, എടാ മരമാക്രി, എടാ പൊട്ട, എടാ നിനക്ക് യാതൊരു വിവരം, എടാ പച്ചപ്പട്ടി ഉണ്ടോടാ? ഈ പട്ടിക്ക് കളർ തേക്കുക, പച്ചപ്പട്ടി, നീലപ്പട്ടി, ഓറഞ്ച് പട്ടി. അപ്പം പറഞ്ഞു, എടാ ഇങ്ങനെ പട്ടി ഉണ്ടോടാ? ഒന്നുകിൽ വെള്ള, അല്ലെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ബ്രൗൺ. നീ 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 എന്ത് മരമാക്രിയാടാ? അവൻ ചുമ്മാ അങ്ങനെ നിൽക്കുക, ചിരിച്ചുകൊണ്ട് നിൽക്കുക. പറഞ്ഞു, പപ്പ ഈ പേരൊന്നും എനിക്ക് യോജിക്കില്ല, അതെല്ലാം പപ്പയ്ക്കാണ് യോജിക്കുന്നത്. പറഞ്ഞു, എന്നാ കാര്യം? പപ്പ ഇത് കേരളത്തിലെ പട്ടിയല്ല, ഇത് വടക്കേന്ത്യയിൽ ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന പട്ടിയാണ്. അപ്പോൾ ആർക്കപ്പം കുഴപ്പം? അവരുടെ പിള്ളേരെ പറ്റിക്കാൻ ഒക്കത്തില്ല. അത് എൻ്റെ മൊബൈലൊക്കെ ഉണ്ടല്ലോ, നമുക്കിടയ്ക്ക് ഒരു വാട്സാപ്പിലും മെസ്സേജ് അയക്കാമെന്നല്ല. അതിനപ്പോൾ നമുക്കത് ഇവന്മാരുടെ കൈ കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ട് പരിപ്പെടുത്ത കൈ തരും, അറിയാമോ? അപ്പോൾ അത്ര ബുദ്ധിമാന്മാർ. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണേ. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി 1468 പേരാണ് ചന്ദ്രനിൽ താമസിക്കുവാൻ
അഡ്വാൻസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ശാസ്ത്രത്തിൻ്റെ കണക്ക്. നമ്മുടെ ആൾ കേരളം വിട്ടും ചുട്ട് പോരുകയാണല്ലോ. ഇവിടം വിട്ട് പിന്നെ അവിടെ നേരെ അവിടെ നിന്ന് കുവൈറ്റിലോ ഗൾഫിലോ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അവർ ഓസ്ട്രേലിയയിൽ പോകുന്നു, പിന്നെ അവിടെ നിന്ന് ന്യൂസിലൻഡിൽ പോകുന്നു, പിന്നെ അവിടെ നിന്ന് കാനഡയിൽ പോകുന്നു. ഈ അന്റാർട്ടിക്കയിലൊക്കെ മഞ്ഞൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങോട്ട് ആരും പോകുന്നില്ല തോന്നുന്നു. അങ്ങനെ അവിടെയൊക്കെ ചെന്നിങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. ആട്ടെ, അതൊക്കെ നമ്മുടെ സാമൂഹിക കാര്യങ്ങളാണ്. കാര്യങ്ങൾക്ക് അങ്ങനെ പോകേണ്ടി വരും. തെറ്റൊന്നും പറയാനൊക്കത്തില്ല. അപകടങ്ങൾ പലതും ഉണ്ടെങ്കിലും അതും തെറ്റ് പറയാനൊക്കത്തില്ല. നാളെ പകൽ കുറച്ചുകൂടെ പറഞ്ഞുകൊള്ളാം. അപ്പോൾ ആളുകൾ ഈ 1468 പേര് ചന്ദ്രനിൽ താമസിക്കാൻ കാശ് കൊടുത്തിട്ടുണ്ട്. ഈ ഖത്തറിൽ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഇനി അതിനകത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ചന്ദ്രനിൽ താമസിക്കാൻ 1468 പേര് അഡ്വാൻസ് കൊടുത്ത കൂട്ടത്തിൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഇട്ട കാശ് സരിതയുടെ സോളാറിൽ ഇട്ടെന്ന് വിചാരിച്ചാൽ മതി. ഒറ്റ ഒരുത്തൻ അവിടെ പോവുകയില്ല. ഓബദ്യാവിൻ്റെ പ്രവചന പുസ്തകമുണ്ട്. നീ കഴുകനെ പോലെ ഉയർന്ന് നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. കാശ് കൊടുത്തു പോകേണ്ട സ്ഥലമല്ല അച്ഛാ സ്വർഗം എന്ന് പറയുന്നത്. അത് സൗജന്യമായ രക്ഷയാണെന്നേ. നിങ്ങൾ ചിന്തിച്ചോളാം. ഇവിടെ നിന്നൊക്കെ ഞാനൊരു പുസ്തകം വായിച്ച പുസ്തകം വായിച്ചപ്പോഴുണ്ടല്ലോ, ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള അത്യന്താധുനികമായ യന്ത്രങ്ങളെക്കാൾ 50 മടങ്ങ് എന്ന് പറയുമ്പോൾ OMEGA-2 ഒക്കെ 2.5 ലക്ഷം മൈലേജിലാണ് പോയത്, കിലോമീറ്റർ വേഗതയിലാണ് പോയത്. അപ്പോൾ ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന അത്യന്താധുനികമായ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ഇതിനകത്ത് കയറിയിരുന്നിങ്ങനെ പോയാൽ എഗസ്കേൽ സാറ് പറയുകയാണ്, അങ്ങനെ 50 കൊല്ലം കഴിഞ്ഞ് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളുടെ 50 മടങ്ങ് വേഗതയിൽ മനുഷ്യൻ യാത്ര ചെയ്താൽ പോലും ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ 14,000 കൊല്ലമെടുക്കും. 14,000 കൊല്ലമെടുത്ത് അവിടെ ചെല്ലുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ആരും ഉണ്ടാവില്ല. അതിന് ഇടയ്ക്കൊക്കെ യന്ത്ര സംവിധാനങ്ങളും പിന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ 14,000 കൊല്ലമെടുക്കും. ഇവിടെയോട്ട് ബൈബിളിൻ്റെ വാക്യത്തിൻ്റെ പ്രസക്തി ഞാൻ മർമ്മം നിങ്ങളോട് പറയാം. അന്ത്യകാഹളനാദത്തിങ്കിൽ അടുത്ത വാക്ക് പറയാമോ? പെട്ടെന്ന് ആറ്റമിനിടയിൽ വിഭജിക്കുവാനാകാത്ത സമയം എന്ന് പറഞ്ഞാൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ എവിടെ എത്തുമെന്നറിയാമോ? ഇവിടെ കോടികൾ മുടക്കിയ ആളുകൾ 50 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അത്യന്താധുനികമായ ഉപഗ്രഹത്തിൽ കയറിയിരുന്നാൽ പോലും 14,000 കൊല്ലമെടുക്കും ആദ്യത്തെ നക്ഷത്രത്തിൽ ചെല്ലാനെങ്കിൽ. എൻ്റെ കർത്താവ് പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? നിന്നെ ആദ്യത്തെ നക്ഷത്രത്തിൽ കൊണ്ടുപോയി കാണിക്കാമെന്നല്ല പറഞ്ഞ് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി അവസാനത്തെ നക്ഷത്രവും കടന്ന് അവൻ ഇരിക്കുന്ന ഇടത്ത് സഭയെ ഇരുത്താമെന്ന് പറഞ്ഞ് ഈ വാഗ്ദത്തത്തിന് പകരം വെക്കാൻ മറ്റൊരു വാഗ്ദത്തമില്ല പ്രിയപ്പെട്ടവരെ. ചന്ദ്രൻ എന്ത് സംഭവിക്കുന്നറിയാമല്ലോ, ബ്ലഡ് മൂണും ഒക്കെ നമുക്കറിയാമല്ലോ. ഞാൻ ചുരുക്കി അങ്ങോട്ട് പറയാം, ഈ പുള്ളിക്കാരന് സ്വയമായി പ്രകാശം നൽകുന്ന ഗോളമല്ല. സൂര്യന്റെ പ്രകാശകിരണങ്ങൾ ഏറ്റെടുക്കുക, തിരിച്ച റിഫ്ലക്ഷൻ പ്രതിബിംബം നൽകുക, അത്രയേ ഉള്ളെന്ന്. അപ്പൊ എന്ത് മനസ്സിലായി? സൂര്യൻ കട്ടയും പടവും മടക്കി കളം വിട്ടൊഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ചന്ദ്രന് പിന്നെ ഇവിടെ നിൽക്കാൻ കള്ളിയില്ല, അത് വിട്ടുപോകും. രണ്ടും കൂടെ പോയാൽ എന്തോ സംഭവിക്കും? അച്ഛൻ കുർബാന നിർത്തിക്കഴിഞ്ഞാൽ കപ്പ്യാർ ധൂപക്കുറ്റി വീശി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പൂരപ്പറമ്പിൽ ആനയും അമ്പാരിയും ഒഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ബലൂൺ ഉയർപ്പിച്ച് നടക്കുന്നത് ചോദിക്കുന്ന പോലെ സൂര്യൻ കട്ടയും പടവും മടക്കിയാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രനും ഇവിടെ ഇല്ലാതായി തീരുമെന്നാണ് ഈ പറയുന്നത്. രണ്ടും കൂടെ ഇല്ലാതെ നമുക്കെന്നാ എന്നതാണല്ലേ? അതാണ്ട് ഇപ്പോൾ ഈ രണ്ടും കൂടെ ഉള്ളത് എവിടെ നിന്നാണെന്ന് തുടങ്ങി ഉൽപ്പത്തിയിലേക്ക് പോകാം. ഇന്നലെ പറഞ്ഞ ഉൽപ്പത്തിയിലേക്ക് പോകാം, എടുക്കൊന്നും വേണ്ട. അവിടെ പറയുന്നത് പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചത്തെ അവനുണ്ടാക്കി. അതാരാന്നറിയാമല്ലോ? സൂര്യനും ചന്ദ്രനും. അവ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത് തിരിച്ചറിയാനാണെന്ന് പറയുമ്പോൾ കാലങ്ങൾ തിരിച്ചറിയാനാണ് സൂര്യനും ചന്ദ്രനും. എവിടെ വാക്യം? 104-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാലനിർണയത്തിനായി നിയമിച്ചു. സൂര്യമാനവർഷം, ചന്ദ്രമാനവർഷം, ഹിജറവർഷം, ശകവർഷം, മലയാളം, ജൂലിയൻ കലണ്ടർ, നമ്മുടെ ഇംഗ്ലീഷ്, നമ്മുടെ പൊന്നിൻ ചിങ്ങമാസം. അപ്പോൾ ചില രാജ്യങ്ങളെ സംബന്ധിച്ച് ചന്ദ്രമാനവർഷമാണ്. ചന്ദ്രൻ്റെ വൃത്തിശയങ്ങൾ 14 28, പൗർണവാസി അമാവാസി 28 + 2 = 30 × 60 360. അതാണ് ചില വർഷങ്ങളുടെ രാജ്യാന്തര കലണ്ടറുകൾ എന്ന് പോലും പറയുന്നത്.
അപ്പൊ സൂര്യനും ചന്ദ്രനും അമ്പലക്കാളാണൊക്കെ നടക്കുകയല്ല, ഒരു കാലഗണനയുടെ ഒരു കലണ്ടറിന്റെ കീഴിൽ, നിയമവ്യവസ്ഥയുടെ കീഴിൽ അതിനെ ആക്കി വെച്ചിരിക്കുന്നു. ക്ലിയർ? ഇനി പഴയമത്തിന്റെ പഞ്ചാംഗമേത, ലോകത്തിന്റെ പഞ്ചാംഗമേത, ദാനിയേൽ പ്രവചനം, അതിൽ സൂര്യനും ചന്ദ്രനും എന്ത് സംഭവിക്കുന്ന സൂചനയുണ്ട്. എവിടാ സൂചന? മരിച്ചടക്കപ്പെട്ട് പെട്ടി തള്ളുമ്പോൾ വാക്ക് പറയാറില്ലേ, ഇപ്പോഴോ ദാനിയേലേ, ഇപ്പോഴോ ദൈവദാസനെ പോയിക്കൊള്ളുക, അടുത്ത വാക്കൊന്ന് പറഞ്ഞ് ഇച്ചിരി ഉറക്കെ പറഞ്ഞ്. എങ്ങനെ ഉറക്കെ പറയുന്നത്? ഈ ഡെഡ് ബോഡിയും കൊണ്ട് പോകുമ്പോഴേ നോക്കി വെച്ചിരിക്കുക, 2 പെണ്ണും ഏത്തപ്പഴവും വടയും കൂടെ പാക്കറ്റ് പൊതിഞ്ഞ് വെച്ചേക്കുക. ദൈവമേ, രാവിലെ പോലെ ഇരുന്നു കൊണ്ട് കരഞ്ഞ് കണ്ണീര് പറ്റി ഇടിക്കുന്ന അമ്മായി ഒന്നിപ്പോൾ ഒന്ന് കരഞ്ഞതാ, പിന്നെ താണ്ട് ഗൾഫിൽ നിന്നപ്പോൾ ഒന്നുകൊടുക്കുക, കണ്ണീര് പറ്റി കൊണ്ടുവന്ന് അടക്കിച്ചാൽ മതി എന്നായി. അപ്പം ഇത് കണ്ടു വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് പിന്നെ ഈ കാലാവസാനത്തിൽ ഒന്നും പറയാൻ നിൽക്കാറില്ല. ഈ സാധനം കണ്ടു. ഇന്നാൾ ഞാൻ എൻ്റെ നോക്കിയപ്പോൾ ഒരാൾ ഒരെണ്ണം തിന്നുകൊണ്ട് പോകുന്നു, ഒരാൾ കൈ പിടിച്ചു, അപ്പോൾ ഇത് വീട്ടിലിരിക്കുന്ന ആൾക്ക് കൊണ്ടുപോകുന്നതാണ് കണ്ടോ. അപ്പോൾ ഈ സംഭവമൊക്കെ ആകെ മാറിക്കഴിഞ്ഞു. ഇപ്പം മരണസമയത്തൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്തൊക്കെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വാക്കൊന്ന് ഉറക്കെ പറഞ്ഞ്, കാലാവസാനത്തിങ്കൽ. അപ്പൊ കാലത്തിന് അവസാനമുണ്ടാകുന്ന സൂചനയാണ് എവിടെ? ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലേക്ക് വരാം. കാലത്തിന്റെ തികവെങ്കിൽ ക്രിസ്തു ജനിച്ചു. ക്രിസ്തുവിന് മുമ്പ് പ്രസംഗിച്ച യോഹന്നാൻ എന്ന് പ്രസംഗിച്ച കാലം തികഞ്ഞു. യോഹന്നാൻ തടവിലായപ്പോൾ യേശു എന്ത് പ്രസംഗിച്ചു? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. മത്തായി 24:3. ഈ കാലത്തിലൊന്നും അവർക്ക് രാജ്യം യഥാസ്ഥാനത്തേക്ക് കൊടുക്കുന്നത്. ലോകാവസാനത്തിന്റെ അടയാളം എന്താ? 24:3. അപ്പോസ്തലർ 1:6. ഈ കാലത്തിലോ നീ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് മുഴുവൻ പറഞ്ഞത് കാലം 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 എന്നാണ്. മാനവജാതിയോട് സംസാരിക്കുവാനുള്ള ദൈവത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട്. ഉൽപ്പത്തിയിൽ കാലങ്ങൾ ആരംഭിച്ചു, തുടരുന്നു, അവസാനത്തിന് സൂചന തരുന്നു. വെളിപ്പാട് പുസ്തകം പറയുകയാണ്, ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. സൂര്യന്റെ പ്രകാശം ഇനി ആവശ്യമില്ല, ചന്ദ്രന്റെ പ്രകാശം ഇനി ആവശ്യമില്ല. പകരം ഒരു വിളക്ക് വരും. ആ വിളക്കിന്റെ പേരാണ് കുഞ്ഞാടായിരിക്കും ഇവിടുത്തെ വിളക്ക്. അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ തിങ്കളും ചൊവ്വയും ഇല്ലച്ചാ. ഇന്ന് ഏതാ ദിവസം? ഇന്നത്തെ ദിവസം ഏതാ? വ്യാഴം അല്ല. ഇന്നിപ്പം നമ്മുടെ യോഗം കഴിഞ്ഞു, 9:30 യോഗം തീരും. അപ്പം ഞാനും എൻ്റെ ഡോക്ടർ സാബ് ഇപ്പോൾ അല്ലെങ്കിൽ സന്തോഷ് പാസ് പറയും, എന്നാൽ ശരി പാസ്, സന്തോഷം, ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞങ്ങൾ പിരിയും. ഞങ്ങൾ ആണുങ്ങൾ, പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവരെന്ത് പറയും? അച്ഛൻ വിളിക്കുന്നുണ്ട്, ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞാൽ അവർ പിരിയുന്നേ. അവരൊരു കാലത്തും പറഞ്ഞ് തീരുകയില്ല. നമ്മളെ കയറിയുന്ന ഹോൺ അടിച്ചാലേ അവർ വരുള്ളൂ. അവരെ ഒരു ജീവപരം തടവിലിട്ടാലും ഒരു എപ്പിസോഡേ തീരത്തുള്ളതെന്ന് ഞാൻ പറയും. ഒരു എപ്പിസോഡേ തീരത്തുള്ളൂ. അതിന് മാത്രം സംസാരിച്ച് കളയും. അതിന് തെറ്റെന്താ? അവർക്ക് നല്ല ക്വാളിറ്റിയല്ലേ ദൈവം കൊടുത്തിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് തെറ്റ് പറയും. പെണ്ണുങ്ങളെ കൂടുതൽ രണ്ടുപേരും ഒരുപോലാണെങ്കിൽ അവർ കൂടുതൽ സംസാരിക്കും. അതിന് തെറ്റൊന്നുമില്ല. ആ പോസിറ്റീവ് എനർജി കണ്ടവനാണ് യേശുക്രിസ്തു. അറിയാമോ? യേശുക്രിസ്തു ഉയർത്തുന്നിട്ട് കഴിഞ്ഞപ്പം പത്രോസ് ഇതൊക്കെ കണ്ടു. പക്ഷേ പത്രോസിനോട് ഒരു പെണ്ണ് ചോദിച്ചു, നീ അവൻ്റെ കൂടെ ഉള്ളവനാണ്. ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്ന് പറഞ്ഞാൾ. ഒരു പെണ്ണിനോട് ആണ് ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത? എൻ്റെ പൊന്നോ, ചെറുതോണിനാ മറ്റേ ഷട്ടർ തുറന്ന പോലെ ആയിപ്പോയി. അവളോട് എൻ്റെ പ്രിയൻ വെണ്മയും ചൂപ്പിടും 1000ങ്ങളിലും. അവൻ പറഞ്ഞു, ബാക്കി പിന്നെ പറയും. ഇത് കേട്ടു പോകാൻ പറഞ്ഞു, മൊത്തം പറഞ്ഞു. അതുകൊണ്ടല്ലേ ഈ ശമരിയ സ്ത്രീയോടൊക്കെ യേശു പറഞ്ഞ ഉടനെ അവൾ പരശോകം നടത്തി. യേശു ഉയർത്ത ഉടനെ സഹോദരിമാരോടാ പറഞ്ഞത്, പോയി പറയാൻ. ഗോ പ്ലസ് പെൽ, ഗോസ്പെൽ. ആണുങ്ങളോട് പറഞ്ഞു, അവിടെ വാ കണ്ടോളാമെന്ന്. വ്യത്യാസം മനസ്സിലായോ? അവിടെ വാ കണ്ടോളാം. നിങ്ങൾക്ക് ആകെ പേടിയാ, നിങ്ങൾക്ക് സമാധാനം അതാ ഇല്ലാത്തത്. നിങ്ങൾക്ക് സമാധാനം, വാതിലടച്ചിരിക്കുക. പെണ്ണുങ്ങൾ പറഞ്ഞു, പോയി പറഞ്ഞോ. എന്താ കാര്യം? പെണ്ണുങ്ങൾ യേശു ഉയർത്തുന്ന കണ്ടാൽ അവരടങ്ങിയിരിക്കുവോ? പോയി പറഞ്ഞോളാൻ പറഞ്ഞത്. ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ പരത്താൻ. ഇവരെ പോലെ മിടുക്കര്. ഇത് നെഗറ്റീവല്ല ഈ പറയുന്നേ, പോസിറ്റീവായി പറയുന്നേ. ഇവരെ പോലെ പറഞ്ഞു വരുത്താൻ ആർക്കും പറ്റത്തില്ല. ആ പണി അവരെ ഏൽപ്പിച്ചതായി പറഞ്ഞത്. പിന്നെ നിങ്ങൾ കുശുമ്പും കുന്നായും പറഞ്ഞ് നമ്മൾ ഉത്തരവാദിയല്ല. നിങ്ങൾ യേശുവിനെ കുറിച്ച് പറ. സ്വത്രം. സഹോദരിമാരുടെ മീറ്റിംഗ് കൊണ്ട് ബാക്കി അന്നേരം. ഞാൻ നെഗറ്റീവ് ഒന്നും പറയത്തില്ല, പോസിറ്റീവായികളാണ് പറയുന്നത്. അവരില്ലെങ്കിൽ യോഗം നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. സഭാകാലിൽ വായോലും അടിച്ചിട്ട് അവർ വേണം. അവരാർക്കും വേണ്ടാതാനും. ഞാൻ അങ്ങനെയൊന്നുമല്ല, അവർ വേണം. അവരുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വരാം. അപ്പോൾ ഇത്
ചന്ദ്രൻ്റെ ഇതെല്ലാം കഴിയുമ്പോൾ കാലങ്ങൾ ദിവസങ്ങൾ തീരുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഇന്ന് പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യൻ ശ്രദ്ധിച്ചോളാം. നാളെ കിഴക്ക് മക്കളെ, നാളെ കിഴക്ക് 8 മണിയായി ഉദിച്ചിട്ടില്ല, ഗുഡ് മോർണിംഗ് പറയൂ. പറ്റത്തില്ല. 10 മണിയായി ഉദിച്ചിട്ടില്ല, ഗുഡ് മോർണിംഗ് പറയൂ. ഞാൻ ആർക്കൊരു സന്തോഷമല്ലേ കാനു? എന്നാൽ പിന്നെ നാളെ സവായത്തിന് വരണ്ടല്ലോ, നാളെ വെള്ളിയാഴ്ചയാണല്ലേ. അതല്ല ഈ പറയുന്നത്. സൂര്യനുണ്ടെങ്കിൽ മക്കളെ ഇതൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് 2.5 മണിക്കൂർ പിറകിൽ, അമേരിക്കയിൽ 1.5 മണിക്കൂർ, 1 മണിക്കൂർ അങ്ങോട്ട് സ്റ്റേറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ കാലങ്ങളില്ല. അത്രയും പിടി കിട്ടിയോ? ഉദാഹരണം പറയാം, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് എന്തുവാ ലാഭം? മരിക്കുന്നത് ലാഭമാകുന്നേ. നമ്മളൊക്കെ മരണത്തെക്കുറിച്ച് ഭയങ്കര പേടിയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മൾ ശോഭയോ പാട്ടൊക്കെ വേണം, മരണം ഭയങ്കര പേടിയാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഒരു ലാഭമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മതഗ്രന്ഥങ്ങളുണ്ടോ? മരണം ലാഭമാണെന്ന് ഒറ്റ പുസ്തകമേ ഉള്ളൂ. പഴയമത്തിൻ്റെ മുദ്രാവാക്യവും പുതിയമത്തിൻ്റെ മുദ്രാവാക്യവും മരണം സംബന്ധിച്ചാണ്. പഴയമത്തിൻ്റെ മുദ്രാവാക്യം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി രഹിതനായി ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണും. അതാ പഴയമത്തിൻ്റെ മുദ്രാവാക്യം. പുതിയമത്തിലേതാ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് എന്തുവായി ലാഭം എന്ന് പറഞ്ഞാൽ, ലാഭം മാർക്കറ്റിൽ കയറിയല്ല ലാഭം ഉണ്ടാക്കുന്നത്. ഒറ്റ ഉദാഹരണം പറയാം. താണ്ടെ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്നും വില പോവുക. എന്നാൽ നമ്മളൊക്കെ മലയാളികളാണ്, വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരുമല്ലോ. എൻ്റെ മാർക്കറ്റിൽ ചെന്നു ഒരു 4 പൂവിൻ്റെ കൊല മേടിച്ച് വെച്ചു, 150 രൂപ. ഇവിടെ ഇരിക്കട്ടെ, ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ച് വന്ന പോരത്തും തിരിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ചു, എന്താ ഇത് നിങ്ങളുടെയാണോ? അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, തരാമോ? കൊടുക്കുന്നില്ല. 160 ഇല്ല, 70 ഇല്ല, 80 ഇല്ല, 90 ഇല്ല, 200 ഇല്ല, 210. നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാൻ പോയി ഇപ്പം 60 രൂപ ലാഭം കിട്ടി, കൊടുത്തേക്കാന്ന് വിചാരിച്ചു. 210 എന്ന് പറയുന്നത് 50 രൂപ ലാഭം, 10 രൂപ സ്വോത്രം കാച്ചിടാനായിരിക്കും എന്നാണ് ഞാൻ സാധാരണ പറയുന്നത്. എന്തേലും ആട്ടെ. അപ്പോൾ 210 രൂപ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ന് രാത്രി യോഗത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നിന്ന നിൽപ്പിൽ 50 റിയാലോലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടുന്ന സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ലാഭമുള്ളവൻ എപ്പോഴും സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അത് വേറെ ആരും നോക്കിയിട്ടല്ല ഈ പറയുന്നത്, അവൻ്റെ ലാഭം ഓർത്തിട്ടാണ് സ്വോത്രം പറയുന്നത്. അപ്പം നഷ്ടമുള്ളവനോ, അവനെ കണ്ടല്ലേ വന്നിരിക്കുമ്പോഴേ ഏത്തവാഴയ്ക്ക് ഊന്ന് കൊടുത്ത ഒറ്റ ഇരിപ്പാ. ഇനിയിപ്പോൾ യേശു വന്നാൽ എന്നാ പോയാ എന്നാ, ആ വന്നേച്ച് പോട്ടെ എന്നുള്ള മട്ടില്ല ഇരിക്കുന്നേ. അങ്ങനെയൊന്നുമല്ല പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ ഗമയൊക്കെ ഞാൻ എപ്പോഴും പറയേണ്ട ഈ ഉപദേശിമാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊക്കെ വരുന്ന വരവ് കണ്ടാൽ തന്നെ ജില്ലാ കളക്ടർ വരുന്ന പോലെ. അതിന് മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരിയ്ക്കുന്നു. ഇവിടെയൊക്കെ എന്തെങ്കിലും മെച്ചം കാണുന്നു. അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-50 വാസന്മാരെ നിരന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിൽ 10 രൂപ പോലും വരുമാനമില്ലാത്തവരുണ്ട്, ലക്ഷക്കണക്കിനുള്ളവരുണ്ട്. പക്ഷെ വരുന്ന വരവ് കണ്ടാൽ കൊമ്പനാന വരുന്ന പോലെ. എന്നാ ഗമേല വരുന്നറിയാമോ? ഞാൻ പറയും, ഈ ലോകത്തിലെ എല്ലാ ആളുകളും സർക്കാർ ജോലിക്കാർക്കൊക്കെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ സാലറി ഇംഗ്ലീഷിലാണ്. ഞങ്ങളുടെ ഉപദേശിമാർക്ക് മാത്രം പറഞ്ഞ പേരെന്നറിയാമോ? സപ്പോർട്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാക്കുകളൊക്കെ? ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർമാർ ഞങ്ങളെ വിറ്റ കാശ് അവർ പറയും. ഞാനും ചെറിയ സഭകളിലൊക്കെ ചുമതലയുണ്ട് കേട്ടോ. എൻ്റെ പാസ്റ്റർമാർ പറയും, പിന്നെ സെൽഫാകണം, സെൽഫ് ഒന്നാമത് സപ്പോർട്ടാണ്. അപ്പോൾ ഈ വാഴക്കൊല എത്രയും പെട്ടെന്ന് മൂത്തോളണം. അത് ഈ സപ്പോർട്ട് സഭ സെൽഫാകുമ്പം ഈ ഊന്നെടുത്ത് എവിടെ കൊടുക്കും? വേറെ സഭയ്ക്ക് കൊടുക്കും. അതാണ് ഈ നമ്മളെ വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അവരെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. എന്താ കാര്യം? ഞങ്ങളുടെ വാഴക്കൊല ഒരു കാലത്ത് മൂക്കാറില്ല, അറിയാമോ? ഇന്ന് വരെ വാഴക്കൊല മൂത്ത ഒരു സഭയെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. പ്രഹ്ലാദിൻ്റെ പ്രായം പ്ലാസ്റ്റിക്കിൻ്റെ വാഴക്കൊല കല്യാണത്തിന് വെച്ചേക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇതൊക്കെ ആകപ്പാടെ കിട്ടുന്ന ഇത്രയും കാശിന് എന്നാ ചെയ്യാനാന്നേ? എന്നാൽ ആ വരവും പോക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാ കാര്യം അറിയാമോ? നാട് വിട്ടതും വീട് വിട്ടതും 4 മുറിയും നടുമുറ്റം വിട്ടിട്ടും പൊത്ത് എന്ന് പറയേണ്ട പാഴ്സേജുകളിൽ വർഷങ്ങൾ താമസിച്ചിട്ടും ഒരു പരാതി പറയാതെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്തൃവേലക്കാരെ, ഒരു കാര്യം ഞങ്ങൾക്കറിയാം. എന്നാന്നറിയാമോ? മരിക്കുന്ന അന്നൊരു ലാഭത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമെന്നറിയാമെന്ന്. ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെന്നിരിക്കട്ടെ. ആര്? ഞാൻ. നിങ്ങളാരെങ്കിലും മരിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഞാനെങ്ങാനും പറയുകയും വല്ല പേടിച്ച് ഇരിക്കുന്ന ആൾക്കാരെ അറ്റാക്ക് പിടിച്ച് ചാകുകയും ചെയ്താൽ
നാളത്തെ സഭായോഗം കുളമാകും. മേലാലേക്ക് അത്തലേക്ക് വരാനൊക്കില്ല. അതുകൊണ്ട് നിങ്ങളെ വിട്ടു, ഞാൻ മരിക്കാണ്ടിരിക്കട്ടെ. ഡോക്ടർ സാബ് ഇപ്പോഴൊക്കെ നാട്ടിൽ സംഗതി എത്തിച്ചോളും. പിന്നെ പെണ്ണുപിള്ളയും വന്നിട്ടുണ്ട്, സ്വത്രം എത്തിച്ചോളും. ഞാൻ മരിക്കാണ്ടിരിക്കട്ടെ. ഞാൻ ജനിച്ചതും വളർന്നത് യാക്കോബായ സഭയിലാണ്. 15-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വീകരിച്ചു. 17-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. 43 കൊല്ലമായിരുന്നേ. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത് ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിൻ്റെ പേരാണ് ലാഭം. ഞാൻ അങ്ങോട്ട് കൊടുത്ത 43 കൊല്ലം. എൻ്റെ കണക്ക് പറയൂ, 43 കൊല്ലമായി. 50 ആകുമ്പോൾ പൊന്നാടെ എണീക്കാൻ നിൽക്കുക പിള്ളേര്. 50, 60 ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക പ്രയോജനം തരും. സംഗതി ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, ഞാൻ അങ്ങോട്ട് കൊടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് 60, 70 ഉള്ളത് കൊണ്ട് ദീർഘമായ വർഷമാണ്. പക്ഷെ ഞാൻ കൊടുത്ത 43 ദൈവത്തിൻ്റെ കണക്കിൽ 43 സെക്കൻഡ് പോലും ഇല്ലച്ചാ. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്ത 43 കൊല്ലം ദൈവം എനിക്ക് തിരികെ തരുന്നത് സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളില്ലാത്ത, 1, 2, 3, 4 ആഴ്ചകൾ ഇല്ലാത്ത, ജനുവരി, ഫെബ്രുവരി, ഡിസംബർ മാസങ്ങൾ ഇല്ലാത്ത, 2025, 26 വർഷങ്ങൾ ഇല്ലാത്ത, 21, 22 നൂറ്റാണ്ടുകൾ ഇല്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, ഋതുക്കൾ ഇല്ലാത്ത, ഋതുഭേദങ്ങൾ ഇല്ലാത്ത, 2 കരവും ചേർത്തടിച്ചിട്ട് പറ, നിത്യതയാണ് ദൈവം തിരികെ തരുന്നത്. ഈ നിത്യതയെ ഓർക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ലാഭം എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ, എന്തിന് പുഞ്ചിരി തൂകുന്ന കുഞ്ഞുങ്ങൾ പോലും മരിക്കുമ്പോഴും സങ്കടമുണ്ടെങ്കിലും മറ്റുള്ളവരെ പോലെ പുലമ്പാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? സങ്കടമില്ലാത്തതുകൊണ്ടല്ല, അക്കരെ വെച്ച് കാണാമെന്നൊരു പ്രതീക്ഷയും പ്രത്യാശയും രക്ഷിക്കപ്പെട്ടവർക്കല്ലാതെ ലോകത്തിൽ മറ്റാർക്കുമില്ലെന്ന് ഞാൻ പറയുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർ സ്വന്തം പറഞ്ഞാട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, മരണത്തെ പേടിക്കാനുള്ളതല്ലെന്ന്. എല്ലാവർക്കും വരുമെന്ന്. ഇതൊക്കെ അങ്ങ് ഭയങ്കര പേടിയാ. ഓരോ പ്രായം രോഗമൊക്കെ വരത്തില്ലയോ? അതിനെല്ലാം അങ്ങ് നമ്മൾ ചാകുന്നത് പേടിച്ച് കിടക്കുക. ഈ എത്ര എന്നൊരു ചോദ്യം വാട്സാപ്പിൽ പണ്ട് വന്നു. എത്ര എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. 10 വയസ്സ് വരെ ചോദിക്കും. എന്തോ ചോദിക്കും? വയസ്സ് എത്ര? 10 വയസ്സ് വരെ. 20 വയസ്സ് വരെ ചോദിക്കുന്നത് മാർക്ക് എത്ര. 30 വയസ്സ് വരെ ചോദിക്കുന്നത് ശമ്പളം എത്ര. 40 വരെ ചോദിക്കുന്നത് മക്കൾ എത്ര. 50 ആകുമ്പം ചോദിക്കുന്ന ഷുഗർ എത്ര. 60 ആകുമ്പം ചോദിക്കുന്ന പ്രഷർ എത്ര. 70 ആകുമ്പം ചോദിക്കുന്ന കൊളസ്ട്രോൾ എത്ര. ഇത് 3 ഒരമ്മ വെച്ച മക്കളാണ്. ഒരാൾ വന്നാൽ അടുത്തയാൾ ഓട്ടോറിക്ഷ വിളിച്ച് വരും. അടുത്തയാൾ അങ്ങോട്ട് പോയി ആംബുലൻസ് തടയണയിട്ട് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരും. ഇതൊന്നും ശാസിച്ചായിരുന്നു പോകുന്ന സാഹചര്യമൊന്നും അല്ലെന്നേ. 70 കഴിഞ്ഞവരെ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ചോദിച്ചിൽ നിന്ന് ഇനി എത്ര നാൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് എന്നുവെച്ചാൽ മതി. ഇതെല്ലാം കാണുമ്പോൾ നമ്മളെന്തോ ഓർത്തോളണം. മുമ്പേ വന്നവൻ മുമ്പേ പോകും. കൂടെ പിറന്നവൻ വേഷം മാറും. അകലെ കിടക്കുന്നവൻ അടുത്ത് വരും. കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും. മുൻപേ വരുന്നത് പല്ല്. ഒരെണ്ണം പോയവര് സ്വത്രം പറ. എനിക്ക് ഒരെണ്ണം പോയോണ്ട് ഞാൻ സ്വത്രം. അതായത് എൻ്റെ അർത്ഥം തിരിച്ചു പോകാൻ ടിക്കറ്റ് റെഡി എന്നാ. അപ്പം ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളവരോ? ഒരു പെട്ടികട മേടിച്ച് വീട്ടിൽ വെയ്. എപ്പോഴാ പോണെന്ന് അറിയാൻ പറ്റിയില്ല. അറിയാമോ? ഞാൻ ഈ കൊട്ടാരക്കര വരെ കാറ് കൊണ്ടാണ് പോകുന്നത് വണ്ടി ഓടിക്കുമ്പോൾ. അവിടെ ചെല്ലുമ്പം കോട്ടയം പകുതി 90 കിലോമീറ്ററേ ഉള്ളൂ. മൂവാറ്റുപുഴ 35-40 കിലോമീറ്ററേ ഉള്ളൂ. പെരുമ്പാവൂർ 25 കിലോമീറ്റർ. കാലടി 7 കിലോമീറ്ററേ ഉള്ളൂ. ഈ മൈലേജ് കുറയുന്തോറും സന്തോഷമാണ്. എന്താ കാര്യം അറിയാമോ? സ്വന്തം വീട്ടിലേക്ക് പോകുന്തോറും സന്തോഷമല്ലേ ദൈവമക്കളെ? ഞാൻ തീർത്ത രോഗം മാറത്തില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ജരാനരകൾ വരുമ്പോൾ, പല്ലൊക്കെ കുറയുമ്പം ഓർത്തുകൊള്ളണം. മക്കളൊക്കെ പോയി ബന്ധുക്കൾ പോലെ വടി മാത്രമാകുമ്പോൾ ഓർത്തുകൊള്ളണം. കണ്ണടയൊക്കെ വരും, ഓർത്തുകൊള്ളണം. മൈലേജ് കുറയാൻ പോവുക. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. സ്വർഗം നിത്യവീടായി കണ്ടവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും ഇല്ലാതാകുന്നതോടെ പുതിയൊരു യുഗം വിരിയും. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴി
വിരിയും, പുതിയൊരു യുഗം വിരിയും തിരികെ വരാതെ. രണ്ട് കരവും ചേർത്തടിച്ചിട്ട് പറ, ഖത്തറിൽ പോയാൽ തിരികെ വരണം, അമേരിക്ക പോയാൽ തിരികെ വരണം, സ്വർഗത്തിൽ പോയാൽ തിരികെ വരത്തില്ല. ഒറ്റ കാര്യം കൂടി 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്കൊരു പാട്ടൊക്കെ പാടി ആരാധിച്ചിട്ട് പോകണം. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും, നക്ഷത്രങ്ങൾ എന്തോ ചെയ്യും, പെരുങ്കാറ്റുകൊണ്ട് ഉതിർന്ന് താഴെ വീഴും. നക്ഷത്രങ്ങൾ വീഴുമോ? വീഴുവച്ച 1969 വരെ ഗുഡ് ന്യൂസിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന വാർത്ത വെട്ടിയെടുത്ത് പറയുകയാണ്. 1969 വരെ ആകാശത്തിൽ 2 പതിറ്റാണ്ട് കൂടുമ്പോൾ ഒരു സ്ഫോടന ശബ്ദം കിട്ടിയിരുന്നു. 89 ഉണ്ടായിട്ടില്ല, 2009 ഉണ്ടായിട്ടില്ല. 2 സ്ഫോടക ശബ്ദം കുടിശ്ശികയാണ്. അരംപ്ലസ് സമം കിന്നരം പോലെ വരും. അമേരിക്കയിലെ വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അമേരിക്കൻ ശാസ്ത്രീയ സംഘടനയായ AES അവരുടെ ശാസ്ത്രീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ഒരു വലിയ നക്ഷത്രം ഭൂമിയിലേക്ക് വരുന്നെന്ന. അതിൻ്റെ പേര് വൈറ്റ് ഡ്വാർഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വെള്ളക്കുള്ളൻ ഒരു നക്ഷത്രത്തിൻ്റെ മീതെ കയറിയിരുന്ന്, പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഒരു തവളയുടെ പുറത്ത് വേറെ തവള കയറിയിരിക്കുന്ന പോലെ അങ്ങനെ ഒരു ചിന്തയുള്ള സംഭവലോകത്തിലേക്ക് വരുന്നെന്നാണ്. അതിന് വെളിപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്. അതോടെ വായിച്ചങ്ങ് നിർത്താം. എനിക്കറിയാം പുസ്തകത്തിൽ സിബൊക്കെ ഇട്ടെന്നറിയാം, തീരാറായതുകൊണ്ട്. സിബ് ഇടാത്തവരുണ്ടെങ്കിൽ തുറന്നാട്ടെ. വെളിപ്പാട് 8:10 വായിച്ചങ്ങ് നിർത്താം. 8:10 വായിച്ച്. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. അതോടെ പറഞ്ഞങ്ങ് നിർത്തുക. ഈ ആകാശത്ത് 109 സ്ട്രേഞ്ച് ലെറ്റ് പാറക്കഷങ്ങൾ വീണിട്ടുണ്ടെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതിൽ 1 മാത്രമേ എത്തിയിട്ടുള്ളൂ, റഷ്യയിലെ യൂറാൽ പർവ്വതത്തിൽ. 108 ഇങ്ങോട്ട് പോന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വന്ന് ഇവിടെ എന്തോ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്തുമായിരിക്കും സംഭവം? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓർത്തിരിക്കണം, ഇവിടെ ദീപം പോലെ ജ്വലിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വത്വം പറയാൻ തോന്നുകയില്ല. എന്താ കാര്യം? ദീപം പോലെ ആ ദീപമല്ല, ഈ ദീപം ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNTയുടെ 100 മടങ്ങ് എടുത്താൽ കിട്ടുന്നതിൻ്റെ വലിപ്പം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടിക്ക് പറയുന്ന പേരാണ് ദീപം. അന്നത്തെ ഭാഷയാണത്. ഇന്ന് ആ ഭാഷ ഉപയോഗിക്കൂ? ഇന്നാണ് എഴുതിയെങ്കിലും ഉപയോഗിക്കുമോ? ഇപ്പം കണ്ണിമയ്ക്കുന്നതിനിടയിൽ അത് അന്നത്തെ ഭാഷയാണ്. ഇന്ന് ഫോട്ടോ ഫിനിഷിംഗ് എന്നല്ലേ പറയത്തുള്ളൂ. നമ്മുടെ സ്പ്രിൻ്റ് റാണി PT ഉഷ ഒരു ഒളിമ്പിക് മെഡൽ കിട്ടാതെ പോയതിൻ്റെ സമയം അറിയാമോ? 1 സെക്കൻഡ്. അതിൻ്റെ 700ൽ 1 അംശത്തിന് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? 1 സെക്കൻഡിന് 700ൽ 1 അംശത്തിനാണ് PT ഉഷയ്ക്ക് ഒളിമ്പിക് മെഡൽ കിട്ടാതെ പോയത്. നമ്മുടെ ഒരു തലമുടിയെ 42 കീറി ഒരാൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കാൻ മുറിക്കത്തില്ല, വട്ടമല്ല, നീളം. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ചിന്തിക്കാൻ പറ്റില്ല. 42 പോട്ടെ, 1 ചാൺ നീളമുള്ള മുടി ചോറിനകത്ത് കിടന്നാൽ കാണാനുള്ള കണ്ണുണ്ടോ നമുക്ക്? ഇല്ല. അതുകൊണ്ടല്ലേ തൊണ്ടയിൽ എടുക്കുന്നത്. കണ്ടോ? ഇത് എവിടെ പോയതാ? ഇത് പുളിശ്ശേരി കിടന്ന അത് ഊട്ടിക്കുഴച്ച് വിഴുങ്ങിയപ്പോൾ അറിഞ്ഞില്ല. പാമ്പിൻ്റെ വാലെ പിടിക്കുന്ന പോലെ പിടിച്ചെടുക്കുക. തൃശ്ശൂർ പൂരത്തിലെ പടക്കം കൊടുത്തില്ല, ചോറെല്ലാം തിരിച്ചു വരിക. എൻ്റെ പൊന്നച്ചാ ഓർത്തു. അതുകൊണ്ട് ഈ സാധനമെല്ലാം ഇങ്ങോട്ട് വരാൻ പോവുകയാണെന്ന്. ആകാശത്തിൻ്റെ ശക്തികൾ പറ ബാക്കി ഇളകിപ്പോകുന്നതിനാൽ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ അത് കണ്ട് ഭ്രമിച്ചുപോയി നിർജീവന്മാർ, അറ്റാക്ക് വന്നവരായി മാറുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് നിലച്ചു പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് യേശുവിനെ സ്വീകരിക്കണമെന്ന്. ഇത് 3 ഇളകി മാറുമ്പോൾ ഭൂകമ്പം വരാൻ നേരത്ത് LP സ്കൂളും UP സ്കൂളിനതിലും ദുരിതാശ്വാസ ക്യാമ്പെന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ വേലി കെട്ടുന്നവരെ ഞങ്ങൾ കെട്ടാനല്ല നിൽക്കുന്നത്. ഇത് ഇളകി മാറുമ്പോൾ ഉറപ്പിച്ചുകൊള്ളും, ഇന്ന് രാത്രി ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അവൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കള്ളം പറയാണ്, ഞാൻ വാളുകൊണ്ടും പരിചയ കൊണ്ടൊക്കെ അധ്വാനിച്ച് ഈ നാട് സ്വന്തമാക്കാൻ പറ്റത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അവന് മനസ്സിലായി യേശു രാജ്യത്വം പ്രാപിച്ച് വരുമെന്ന്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ആകാശം ഇളകി മാറിയാൽ, ഈ ഭൂമി ഇളകി മാറിയാലും ഈ ലോകത്തിൽ 5 വീടുകളുണ്ട്. 1 ഇസ്രായേൽ, 2 ദൈവസഭ, 3 മൂന്നാമത്തെ വീട് ഏതാണ്? നമ്മുടെ ശരീരം. 4-ാമത്തെ വീട് നമ്മൾ താമസിക്കുന്ന വീട്. ആ രാജ്യത്തിന് നിലനിൽപ്പ് അപകടത്തിലാണ്. നമ്മുടെ ദൈവസഭയാകുന്ന വീട് കർത്താവിൻ്റെ ഗംഭീരനാദങ്ങൾക്ക് ഇവിടുന്ന് മാറ്റപ്പെടും.
ശരീരമാകുന്ന വീട് 70 80 നമ്മൾ ഭൂമിയിലേക്ക് ചേരും. താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണിക്കും. ആ 4 വസ്തുതകളും മനസ്സിലാക്കിയ പൗലോസ് 8.25 കോടി സ്വത്ത്, വിലമതിക്കപ്പെടുന്ന 2 കപ്പലായിക്കോട്ടെ, എനിക്കറിയില്ല, ആ സംഭവം അദ്ദേഹം വിറ്റ് ബാങ്കിലിട്ടില്ല. കാരണം പാസ്ബുക്ക് നോക്കി എൻട്രി ചെയ്യാൻ കൊടുത്തില്ല. അത് ഫ്രിഡ്ജിൽ വെച്ചില്ല. എടുത്ത മണത്തോ പുളിച്ചോ നോക്കാൻ വെച്ചില്ല. ഇട്ട സ്ഥലം കേൾക്കണോ? കോടിക്കണക്കിന് സ്വത്ത് അദ്ദേഹം വലിച്ചെറിയത് വേസ്റ്റ് ബോക്സിലാണ്. അതാണ് പിൻപിലുള്ളതിനെ വേസ്റ്റ് ബോക്സിൽ ഇട്ടാലേ മറക്കാനൊക്കത്തുള്ളെന്ന്. ഇന്ന് രാത്രിയിൽ ലോകത്തെ പിൻപിലേക്ക് എറിഞ്ഞിട്ട് മുൻപിലുള്ളതിനെ, എന്താ മുൻപിലുള്ളത്? വാർദ്ധക്യം, കുളിരുന്ന ചർമ്മം പുതയ്ക്കാൻ ഒരു പുതപ്പ് മറന്നുപോയി. വായിക്കുന്ന ലിഖിതം മറന്നുപോയി. 9 കോടി സ്വത്ത് പിറകിലേക്ക് എറിഞ്ഞ മനുഷ്യൻ പറയുകയാണ്, പുതപ്പ് മറന്നു, ലിഖിതം മറന്നു. ചുളുക്ക് വീഴാത്ത ചങ്കിനകത്ത് 5ാമത്തെ വീട് മറന്നിട്ടില്ല. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ അഴിയാത്തൊരു വീട് മരക്കിട്ടുറപ്പിക്കുവാൻ ഒരുത്തനും കഴിയത്തില്ല. അഴിഞ്ഞാലും അഴിയാത്തൊരു വീട് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ ഇന്ന് രാത്രിയിൽ.